ഇത് ചോറ്റാനിക്കരമ്മയുടെ മുമ്പിൽ ചെന്നിട്ട് നമുക്ക് പറയാൻ പറ്റണം, ഗുരുവായൂരപ്പനോട് പറയാൻ പറ്റണം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ചോറ്റാനിക്കരമ്മയെന്നോ പൂർണ്ണത്രയീശനെന്നോ വൈക്കത്തപ്പനെന്നോ അനേകം പേരുകളിൽ അറിയപ്പെടുന്ന ആ പരബ്രഹ്മമൂർത്തിയുടെ അനുഗ്രഹം എല്ലാവർക്കും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാരംഭിക്കാം. കലിയുഗ മനുഷ്യരായ നമ്മളുടെ ഏറ്റവും വലിയ ലാഭം എന്താണെന്നറിയോ? ഈ മനുഷ്യജന്മത്തിൻ്റെ സാഫല്യം എന്താണെന്നറിയോ? അറിയണം. അത് ഭാഗവതത്തിൽ കൂടെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ എന്തും ലാഭം കാണുന്നവരല്ലേ കലിയുഗ മനുഷ്യര്. അത് ചെയ്താൽ എന്താ ലാഭം, ഇത് ചെയ്താൽ എന്താ ലാഭം, ഭാഗവതം കേട്ടാൽ എന്താ ലാഭം? അപ്പൊ കലിയുഗ മനുഷ്യരോട് വേദവ്യാസ മഹർഷി പറയുന്ന ഉപദേശങ്ങളാണതിൽ. നേരത്തെ മരങ്ങാട് പറഞ്ഞില്ലേ, ഈ ഭാഗവതം എന്ന് പറയണത് വേദവ്യാസ മഹർഷി എന്ന് പറയുന്ന ഏതോ ഒരു താടിക്കാരൻ ഏതോ ഒരു ആലിൻചോട്ടിലിരുന്ന് എന്നോ കുത്തിക്കുറിച്ച ഒരു ഫാന്റസി സ്റ്റോറി ഒന്നുമല്ല. ഇത് നമ്മുടെ കഥ തന്നെയാണ്, അവർ ഓൺ ബയോഗ്രഫി, നമ്മുടെ ജീവചരിത്രം തന്നെയാണെന്ന് അറിയാത്ത കാലത്തോളം ഭാഗവതം കേട്ടിട്ട് ഒരു കാര്യമില്ല. യാതൊരു സംശയവും വേണ്ട. ഇത് ആരുടെയോ കഥ അല്ലാട്ടോ. ഈ ഉത്താനപാദം എന്ന് പറയണതും സുരുചി എന്ന് പറയണതും സുനീതി എന്ന് പറയണതും മഹാബലി എന്ന് പറയണതും ഹിരണ്യാക്ഷൻ എന്ന് പറയണതും ഒക്കെ നമ്മൾ തന്നെയാ. നമ്മുടെ ഇടയിലുള്ളവരാണ്, നമ്മുടെ മനസ്സിൽ തന്നെ ഉള്ളവരാണ്, പുറത്തങ്ങളൊന്നുമല്ല. അപ്പോ ചെറിയൊരു ഉദാഹരണം പറയാം. ചെറിയൊരു ഉദാഹരണം വരെ പെട്ടെന്ന് മനസ്സിലാവും. ഇനിയിപ്പോ വൈകുന്നേരം കാണാൻ പോണു നമ്മൾ ഹിരണ്യാക്ഷന്റെ കഥ. ആരാ ഹിരണ്യാക്ഷൻ? ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം, അക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണ്. സ്വർണത്തിൽ കണ്ണില്ലാത്ത ആരാളെ? സ്വർണം ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ ലോകത്ത്? അതുകൊണ്ടാണ് സ്വർണ്ണമ്മയ്ക്ക് ഇപ്പൊ സപ്തതി കഴിഞ്ഞു. 70 വയസ്സ് കഴിഞ്ഞു, 70,000 അതിന്റെ മുകളിലല്ലേ സ്വർണ്ണമ്മയ്ക്ക് സപ്തതി കഴിഞ്ഞു. എന്താ കാരണം? ഇത് തന്നെ. അപ്പൊ നമ്മളൊക്കെ ഹിരണ്യാക്ഷന്മാരാണ്. ഇനി ഹിരണ്യകശിപു, ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം, കശിപു എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലാങ്കറ്റ്, വിരിപ്പ് എന്നർത്ഥം. സ്വർണ്ണ നിർമ്മിതമായ വിരിപ്പിൽ കയറി ഇരുന്നോത്രേ ജനിച്ചപ്പോ തന്നെ. എന്ന് പറഞ്ഞാലോ ഭോഗാസക്തനായ ജീവാത്മാവ്. പോരാ 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 പോരാ, എന്റെ 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 എന്റെ. ഇതാ ഹിരണ്യകശിപു. ഇങ്ങനെ പഠിക്കണം ഭാഗവതം. അല്ലാണ്ട് വേദവ്യാസം ആ ഭാഗവതത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മളുമായിട്ട് എന്താ ബന്ധം? ഇതാ ഭാഗവതം നമ്മളെ പഠിപ്പിക്കണേ. നമ്മളും ഭാഗവതമായിട്ടുള്ള ബന്ധം അറിയാതെ ഭാഗവതം കേട്ടിട്ട് കാര്യമില്ല. ഇതും ഭാഗവതം ശാസ്ത്രം. എന്താണ് ശാസ്ത്രം? പ്രവൃത്തിർവാ നിവൃത്തിർവാ നിത്യേന കൃതകേനവാ നൃണാം യേനോപദിശ്യേത തൽശാസ്ത്രം അഭിധീയതേ. പ്രവൃത്തി മാർഗത്തിൽ നിന്ന് നിവൃത്തി മാർഗത്തിലേക്ക് മനുഷ്യനെ നൃണാം, മനുഷ്യനെ യേന യാതൊന്നാണോ ഉപദിശ്യതേ ഉപദേശിക്കുന്നത്, അതാണ് ശാസ്ത്രം. പ്യുവർ സയൻസ് ആണ് ഭാഗവതം എന്നത്. പ്യുവർ സയൻസ്. ഇന്നത്തെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന സയൻസ്. സംശയമുണ്ടോ? ഇനിയും തെളിവുകൾ തരാം, എത്ര തെളിവ് വേണേ തരാം ഭാഗവതത്തില്. നമ്മൾ ചിന്തിക്കുന്ന സാധനമല്ല ഭാഗവതം. നമ്മളെല്ലാവരും അമ്മയുടെ ഗർഭപാത്രത്തില് 10 മാസം കിടന്നില്ലേ? ആ വീഡിയോ അൾട്രാസൗണ്ട് സ്കാനും CT സ്കാനൊന്നും ഇല്ലാത്ത സമയത്ത് വേദവ്യാസ മഹർഷി എന്ന ഗൈനക്കോളജിസ്റ്റ് നമ്മുടെ നെലോളി റെക്കോർഡ് ചെയ്തു 5000 കൊല്ലം മുമ്പ്. തൃതീയ സ്കന്ധത്തില് 30, 31, 2 അധ്യായങ്ങൾ നോക്കിയാൽ മതി. ഗൈനക്കോളജിയാ. ആദ്യത്തെ ഗൈനക്കോളജിസ്റ്റ് വേദവ്യാസ മഹർഷി. സോഹം വസന്ന വിഭുവോ ബഹുദുഃഖവാസം ഗർജന്ന നിർഭികമിഷേ ബഹിരന്ധകൂപേ എന്നൊക്കെ പറഞ്ഞ് 10 മാസം അമ്മയുടെ വയറ്റിൽ കിടന്ന് നിലവിളിച്ച നിലവിളി ഇന്റർനെറ്റിൽ നോക്കിക്കോളൂ. ദ ഫീറ്റസ് മേ സ്റ്റാർട്ട് ക്രൈയിങ് വൈൽ ഇൻ ദ വൂംബ്. ഗൂഗിളിൽ അടിച്ചു നോക്കുക. എപ്പോഴോ 28th വീക്ക് ഓഫ് പ്രഗ്നൻസി എന്നാണ് ഗൂഗിളിൽ കാണുക. 28ാമത്തെ ആഴ്ച 7ാമത്തെ മാസം. ഭാഗവത്തിൽ കാണാം 7ാമത്തെ മാസം. അപ്പൊ ഈ വേദവ്യാസ മഹർഷി എന്ന സയന്റിസ്റ്റിനെ, ഗൈനക്കോളജിസ്റ്റിനെ എത്ര പ്രാവശ്യം നമ്മൾ നമസ്കരിക്കണം? അതാ പറഞ്ഞത്
ഭാഗവതം എന്ന് പറഞ്ഞാൽ ഒരു ഫാന്റസി സ്റ്റോറി അല്ല, നമ്മൾ കാണുന്ന ഒരു സിനിമ, ഒരു നോവൽ അല്ലേ അല്ല. ഈ ഒരു ഭാവത്തോടു കൂടി നമ്മുടെ കഥ തന്നെയാണ് എന്നുള്ള ഇൻട്രസ്റ്റോടു കൂടി പറയുമ്പോഴേ, കേൾക്കുമ്പോഴേ അതിന് ഗൗരവം ഉണ്ടാവുള്ളൂ, അല്ലേ? നമ്മളെ പറ്റി ഒരാള് പറയുകയാണെങ്കിൽ നമ്മൾ ചെവി വട്ടം പിടിക്കും. നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും നമ്മളെക്കുറിച്ച് അറിയാൻ നമുക്കൊരാകാംക്ഷയുണ്ട്. ഈ ഒരാകാംക്ഷ, ദാഹം ഭാഗവതം കേൾക്കാൻ വേണം. അപ്പോ നമ്മൾ ജീവിതത്തില് ലാഭം കാണുന്നവരാണ്. നമ്മൾ എന്ത് സാധനവും മേടിക്കാറില്ലേ? ഫ്രിഡ്ജ്, TV, AC, കാറ്, ഇതൊക്കെ മേടിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ചോദ്യമുണ്ട് കടയിൽ ചെന്നിട്ട്. എന്താ ചോദ്യം? ഗ്യാരണ്ടി ഉണ്ടോന്ന്, അല്ലേ? നമുക്ക് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഓ, അടുത്ത ശ്വാസം എടുക്കുന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. എന്നിട്ട് കോളറും പൊക്കി വെച്ച് ഹൈ ഹീൽഡ് ചെരുപ്പിട്ട് അങ്ങനെ നടക്കണ കണ്ടാലത്തെ ഒരു ഭാവം ഉണ്ടല്ലോ, ഏഷോഹം, ഞാൻ 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 ഞാൻ. ഈ ഞാനില്ലാണ്ട്, എന്റേന്നില്ലാണ്ട് ഒരു ഭാവമില്ല. ചോറ്റാനിക്കരമ്മയുടെ മുമ്പിൽ ചെന്നിട്ട് നമ്മൾ പറയും എൻ്റെ ചോറ്റാനിക്കരമ്മേ എന്ന്. നമ്മളെ ചോറ്റാനിക്കരമ്മയെ പാട്ടത്തിനെടുത്തു, നമ്മുടെ മാത്രം. എങ്ങനെ ഇങ്ങനെ സ്വാർത്ഥത വരണേ? അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഏത് സാധനം മേടിക്കുമ്പോഴും നമ്മൾ ഗ്യാരണ്ടി ചോദിക്കും? ചോദിക്കുന്നവൻ ഒരു ഗ്യാരണ്ടി ഇല്ല. ഒരു തവണ നമ്മൾ തുമ്മുമ്പോ നമ്മുടെ ഹൃദയം ഒരു പ്രാവശ്യം നിൽക്കണമെന്നാ മോഡേൺ സയൻസ് പറയണേ. അതുകൊണ്ടാണ് കൊച്ചു കുട്ടികൾ തുമ്മുമ്പോ ഹരികൃഷ്ണ എന്ന് പറയാൻ കാരണം. എന്താ? തുമ്മലിന് ശേഷവും എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിക്കണമല്ലോ എന്ന്, അല്ലേ? അങ്ങനെ ഒരു ഗ്യാരണ്ടി ഇല്ല. ഇങ്ങനെ ഇരിക്കണ നേരത്താണ് പൂന്താനം പറഞ്ഞ പോലെ ചത്തുപോകുന്നു പാവം ശിവ ശിവാന്ന്, അല്ലേ? കോടികൾ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടും, അല്ലേ? ഓണം ബമ്പർ 35 25 കോടി. ഇപ്പതേ ടിക്കറ്റ് ഇറക്കാൻ പോണു. 500 രൂപ കൊടുത്ത് ടിക്കറ്റ് മേടിക്കും. ആ ഓണം ബമ്പർ എത്ര കോടി കിട്ടിയാലും ഏറ്റവും അവസാനം നമുക്ക് 1 കോടി മതി. 1 കോടി മുണ്ട് മതിയെന്ന് പുതപ്പിക്കാനേ തെക്കോട്ട് തലതിരിച്ച് കിടത്തുമ്പോ എത്ര കോടി കിട്ടിയിട്ട് ഒരു കാര്യമൊന്നുമില്ല. അപ്പോ ജലത്തിലെ പോളകളെന്ന പോലെ ചലം മനുഷ്യനു ശരീരബന്ധം. നീർപ്പോള പൊട്ടണം നേരെ വേണ്ടു. എന്നിട്ട് നമ്മളാകുന്ന കലിയുഗ മനുഷ്യന്റെ ഭാവം അങ്ങോട്ട് കണ്ടാൽ ലോകം മുഴുവൻ പിടിച്ചടക്കിയ ചക്രവർത്തിമാരുടെ ഭാവമാണ്. എല്ലാത്തിനും നമ്മൾ ചോദിക്കും. ഫ്രിഡ്ജ് മേടിക്കുമ്പോ, TV മേടിക്കുമ്പോ, കാറ് മേടിക്കുമ്പോ, AC മേടിക്കുമ്പോ അതിന്റെ കൂടെ നമുക്ക് ചെറിയൊരു പുസ്തകം തരും, ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? യൂസർ മാനുവൽ എന്നാ പറയാ. ഈ ഉപകരണം എങ്ങനെ ഉപയോഗിക്കാം എന്ന്. ഈ യൂസർ മാനുവലും ഉപകരണങ്ങളും മേടിക്കുന്ന മനുഷ്യൻ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയില്ല. എന്ത്? ഈ ഉപകരണം എങ്ങനെ ഉപയോഗിക്കാം. ഏത്? മനുഷ്യ ശരീരം എന്ന് പറയുന്ന ഉപകരണം എങ്ങനെ ഉപയോഗിക്കാം. ഹൗ ടു യൂസ് ദിസ് ഹ്യൂമൻ ബോഡി. എങ്ങനെയാ ഈ മനുഷ്യ ശരീരം ഉപയോഗിക്കുക? എന്താ ഇതുകൊണ്ട് നേടേണ്ടത്? എന്താണ് സാഫല്യം? എന്താണ് ലാഭം? എന്താ ഈ മനുഷ്യ ശരീരം കൊണ്ടുള്ള ലാഭം? എന്താ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മൾ ചിന്തിക്കുക, വെറുതെ ഇരിക്കുമ്പോൾ സ്വയം ചോദിക്കുക, ഈ മനുഷ്യ ശരീരം കൊണ്ട് നമുക്ക് എന്താ ലാഭം? ഇതറിയണമെങ്കിൽ 7ാമത്തെ ദിവസം, 12ാമത്തെ സ്കന്ധം, 10ാമത്തെ അധ്യായം, ഇതൊക്കെ എന്തിനാ പറയണേന്നറിയോ? ഹോംവർക്ക് ചെയ്യാനാ. വീട്ടിൽ ചെന്നിട്ട് നോക്കണം എന്താ ഭാഗവത്തിൽ പറഞ്ഞേക്കണേന്ന്. അല്ലാണ്ട് വെറുതെ കേട്ടിട്ട്, കഷ്ടകാലത്ത് നമുക്ക് 2 ചെവിയും തന്നിട്ടുണ്ട് ബ്രഹ്മാവ്. വലത്തെ ചെവി കൂടെ കേട്ട് ഒരു ട്രാഫിക് ബ്ലോക്കും കൂടാണ്ട് ഇടത്തെ ചെവി കൂടെ അങ്ങോട്ട് പോകും. അങ്ങനെ പാടില്ല. ഇത് എല്ലാ പ്രഭാഷണ വേദികളിലും ഞാൻ പറയാറുള്ളതാണ്. ഭാഗവതം കേൾക്കുമ്പോൾ 2 കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, ഇത്രയും കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? രണ്ടാമത്തേത്, മനസ്സിലായതിൽ നിന്ന് എത്ര ജീവിതത്തിലേക്ക് പകർത്താനായി? ഈ 2 കാര്യങ്ങൾ ചിന്തിച്ചാൽ. അപ്പൊ എന്താണ് നമ്മുടെ ലാഭം? 7ാമത്തെ ദിവസം കാണാം. ദ്വാദശ സ്കന്ധത്തില് 10ാമത്തെ അധ്യായത്തില് സാക്ഷാൽ വക്യത്തപ്പൻ പാർവതി ദേവിയോട് പറയണത്, അയം ഹി പരമോ ലാഭോ നൃണാം സാധു സമാഗമ. ഒരു മനുഷ്യന്റെ
പരമമായ ലാഭം എന്ന് പറയുന്നത് സജ്ജന സംസർഗമാണ്, സത്സംഗാണ്. കാശ് കൊടുത്താൽ കിട്ടുന്ന സാധനമല്ല. 500 നോട്ട് കയ്യിൽ പിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ മീൻചന്തയിലോ മാളിലോ എയറോഡ്രോമിലോ പോയാൽ കിട്ടില്ല ഈ സാധനം. എവിടെ? ഇവിടെ വരണം. മാഹാത്മ്യത്തിൽ വായിച്ചില്ലേ? ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമം ച ലഭത്തെ. ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന, അനേക ജന്മങ്ങളുടെ സുഹൃതം കൊണ്ടേ സജ്ജന സംസർഗം ഉണ്ടാവുള്ളൂ. നേരത്തെ മരങ്ങാട് പറഞ്ഞില്ലേ? ജന്മാന്തരേ ഭവേൽ പുണ്യം തഥാ ഭാഗവതം ലഭേൽ. ഭാഗവതത്തിന്റെ മുമ്പിലേക്ക് വന്നിരിക്കണമെങ്കിൽ ഭാഗ്യം തന്നെ വേണം. ഭാഗ്യം എന്ന് പറഞ്ഞാല് ഭഗവാന്റെ അനുഗ്രഹം. അമ്മ കനിയണം, അമ്മ വിചാരിക്കണം ഇവൻ ഇവിടെ വന്ന് ഭാഗവതത്തിന്റെ മുമ്പിലിരിക്കണമെന്ന്. ഇന്ന് ഇവിടെ വന്നിരിക്കാന്ന് ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. ഭീകരമായിട്ടുള്ള മഴ, ചുറ്റും പ്രളയം, ഒരൊറ്റ വാഹനം ഓടണില്ല. ഞാൻ മള്ളിയരോട് വിളിച്ചു പറയുകയും ചെയ്തു, എത്താൻ പറ്റുമോ എന്നറിയില്ല എന്ന്. അമ്മ തീരുമാനിക്കുന്നത് പോലെ, അമ്മ തന്നത് അമൃത്, അമ്മയുടെ തീരുമാനം ഇവിടെ വരണമെന്നാണ്. വന്നു. യൽ കിഞ്ചിൽ പൗരുഷം പുംസാം കൃഷ്ണാനുകമ്പിതം കൃഷ്ണാനുകമ്പിതം കൃഷ്ണാനുകമ്പിതം. ഭഗവാന്റെ അനുഗ്രഹം. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ സജ്ജന സംസർഗം ഉണ്ടാവുള്ളൂ. ആ സജ്ജന സംസർഗത്തിനെ കുറിച്ചിട്ടാണ് ഭാഗവതത്തിൽ ഉടനീളം പറയണത്. അപ്പൊ ഇത്രയും പറഞ്ഞത് ഒരേ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഈ മനുഷ്യജന്മം നമുക്ക് സിദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരമമായ ലാഭം സത്സംഗം, സജ്ജന സംസർഗം. ഈ സംസാരത്തിൽ നിന്ന്, ക്ലേശപൂർണമായ ജീവിതത്തിൽ നിന്ന് രക്ഷ നേടാൻ ഏറ്റവും നല്ല മാർഗം ഇത് തന്നെയാണ്. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ 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 മുഹുരഹോ. എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ. എപ്പോഴൊക്കെ ഭാഗവതം കിട്ടുമോ അത് ആസ്വദിച്ചോളൂ. അങ്ങനെ ഇതം ഭാഗവതം നാമപുരാണം ബ്രഹ്മസംഹിതം. ആ വേദങ്ങൾക്ക് തുല്യമായിരിക്കുന്ന ഭാഗവതം, അതാണ് നമ്മുടെ ഗ്യാരണ്ടി. നമ്മുടെ ഈ ശരീരത്തിനുള്ള ഗ്യാരണ്ടി ഭാഗവതം എന്ന ബുക്കാണ്. നമ്മൾ ഏത് സാധനം മേടിക്കുമ്പോഴും യൂസർ മാനുവൽ എന്ന ബുക്ക്ലെറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യ ശരീരം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള യൂസർ മാനുവലാണ് നമ്മുടെ ഈ ഭാഗവതം. സംശയം ഉണ്ടെങ്കിൽ നാളെ നമുക്ക് കാണാം. 5-ാമത്തെ അധ്യായത്തില്, അഞ്ചാമത്തെ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായത്തില് 1-ാമത്തെ ശ്ലോകം. ഋഷഭയോഗീശ്വരന്റെ 27 ശ്ലോകങ്ങളുണ്ട്. അതിൽ 1-ാമത്തെ ശ്ലോകം പറ്റുമെങ്കിൽ ഒന്ന് ബൈഹാർട്ട് പഠിച്ചോളൂ. ഭാഗവത പുസ്തകം ഉള്ളവർ ബൈഹാർട്ടാക്കുക. ഈ മനുഷ്യ ശരീരം എന്തിനാ എന്നുള്ളതിന്റെ ഉപയോഗം അവിടെ പറയും. നായം ദേഹോ ദേഹഭാജാം നിർലോകെ കഷ്ടാൻ കാമാൻ അർഹതേ വിഡ്ഭുജാമ്യേ തപോ ദിവ്യം പുത്രക യേന സത്വം ശുദ്ധ്യസ്മൽ ബ്രഹ്മസൗഖ്യം ത്വനന്തം. ഇതാണ് ആ ശ്ലോകം. ഈ ശരീരത്തിന്റെ ഉപയോഗം എന്താണെന്ന് അവിടെ പറയും. ഒരിക്കൽ കൂടെ പറയാണ്, ഈ ശ്ലോകങ്ങളുടെ സംഖ്യയും അധ്യായവും സ്കന്ധവും ഒക്കെ പറയണത് ജീവിതത്തിൽ ചെന്നിട്ട്, വീട്ടിൽ ചെന്നിട്ട് നമുക്കിത് പ്രാവർത്തികമാക്കാനാ, അഭ്യാസം ചെയ്യാനാ. അങ്ങനെ വേദതുല്യമായിരിക്കുന്ന, വേദസാരമായിരിക്കുന്ന സർവവേദേതിഹാസാനാം സാരം സാരം സമുദ്ധൃതം എന്ന മട്ടില് വേദേതിഹാസങ്ങളുടെ സാരാംശത്തിനെ ക്രോഡീകരിച്ച് സംഗ്രഹിച്ച് 335 അധ്യായങ്ങളിലായിട്ട് വേദവ്യാസ മഹർഷി വർണ്ണിച്ചു കേൾപ്പിച്ചു ഭഗവാന്റെ ആ ലീലകൾ. സരസ്വതി നദീതീരത്ത് കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന, സത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ശൗനകാദി മഹർഷിമാർക്ക് ഉഗ്രശ്രവസ് എന്ന സൂതൻ വർണ്ണിച്ചു കേൾപ്പിക്കുന്നതായിട്ട് ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് കഥ മുഴുവൻ. അപ്പൊ വേദവ്യാസ മഹർഷി എന്തുകൊണ്ടാണ് ഭാഗവതം രചിച്ചത് എന്ന ചോദ്യത്തിന് മരങ്ങാട് പറഞ്ഞു, ദേവർഷിയായിട്ടുള്ള നാരദന്റെ ഉപദേശപ്രകാരം ആ ഭഗവാന്റെ യഥാ ആ വാസുദേവസ്യ മഹിമ ഹി അനുവർണിത. ഭഗവാന്റെ മഹിമ വർണ്ണിച്ചില്ല. ഭഗവാന്റെ മഹിമ വർണ്ണിക്കുന്നതായ ഒരു ഗ്രന്ഥം രചിക്കാത്തതാണ് അങ്ങയുടെ ദുഃഖത്തിന് കാരണം, ലോകം ശ്രേയസ്സിലെത്താത്തതിന്റെ കാരണം. പ്രവൃത്തി മാർഗത്തിൽ നിന്ന് ലോകത്തിനെ നിവൃത്തി മാർഗത്തിലേക്ക് എത്തിക്കണമെങ്കിൽ, ശ്രേയസ്സിലേക്ക് എത്തിക്കണമെങ്കിൽ, മുക്തിയിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരേ മാർഗമുള്ളൂ,
ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കുന്ന ഭക്തിസാന്ദ്രമായ ഒരു ഗ്രന്ഥം രചിക്കൂ. ശൃണ്വന്തി ഗൃഹന്തി ഗൃണന്തി സാധവ. ആ ജനങ്ങളെല്ലാത്തിനെയും കേൾക്കും, കീർത്തിക്കും, ശിരസിലേറ്റി നടക്കും. അങ്ങനെ വേദവ്യാസരുടെ മഹർഷി ശമ്യാപ്രാസത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ കഥകളെ വർണ്ണിക്കാൻ തുടങ്ങണു. താൻ എവിടെ എഴുതി നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങണു. മഹാഭാരതം എഴുതി നിർത്തിയെടുത്തുനിന്ന് മൃഗോദരാവിദ്ധഗദാഭിമരിഷഭഗ്നോരു ദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ. അങ്ങനെ ഭീമസേനന്റെ ഗദാപ്രഹരമേറ്റ് തുട പൊളിഞ്ഞ് ചോരയൊലിപ്പിച്ച് ആസന്ന മൃത്യുവായിട്ട് കിടക്കുന്ന സുയോധനന്റെ ചിത്രം. അപ്പോഴാണ് അശ്വത്ഥാമാവ് കൂടാരത്തിൽ ഉറങ്ങിക്കിടന്ന പാഞ്ചാലി പുത്രന്മാരെ 5 എണ്ണത്തിനെ ശിരച്ഛേദം ചെയ്ത് 5 ശിരസ്സുകൾ കൊണ്ട് വച്ചത്. സന്തോഷമല്ല സുയോധനെ തോന്നിയത്. ജുഗുപ്സിതം കർമ്മ വിഗർഹയന്തി. അങ്ങൊരു ബ്രാഹ്മണനല്ലേ, ഒരു ബ്രാഹ്മണന്റെ തേജസ് എങ്ങനെയാ വർദ്ധിക്കുക? ക്ഷമയാ രോചത്തെ ലക്ഷ്മി ബ്രാഹ്മി സൗരി യഥാപ്രഭ. ഒരു ബ്രാഹ്മണന്റെ തേജസ് സാത്വിക ബുദ്ധി കൊണ്ട്, ക്ഷമ കൊണ്ടാണ്. അങ്ങ് ചെയ്ത തെറ്റായിപ്പോയി. പാഞ്ചാലി തന്റെ പുത്രന്മാരുടെ കബന്ധം കണ്ട് മാറത്തടിച്ച് നിലവിളിക്കുമ്പോൾ സവ്യസാച്ചിയായിട്ടുള്ള അർജുനൻ പ്രതിജ്ഞ ചെയ്തു, നിന്റെ പുത്രന്മാരുടെ ശിരസ് അറുത്തുകൊണ്ടു പോയവന്റെ ശിരസ് നിന്റെ കാൽക്കൽ കൊണ്ടുവന്നോളാം. ഗാണ്ഡീവം, പാശുപതം, മറ്റ് ദിവ്യാസ്ത്രങ്ങളുമായിട്ട് പിന്തുടർന്നു അശ്വത്ഥാമാവിനെ. അശ്വത്ഥാമാവ് നിവർത്തിയില്ലാതെ വന്നപ്പോ ബ്രഹ്മശിരസ് എന്ന അസ്ത്രം പ്രയോഗിച്ചു. ഏത് അസ്ത്രം പ്രയോഗിച്ചാലും അതിന്റെ തിരിച്ചെടുക്കാൻ പറ്റണം, ഉപസംഹാരം ചെയ്യാൻ പറ്റണം. അറിയില്ലായിരുന്നു. പാണ്ഡവംശം മുഴുവൻ മുടിയട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ ബ്രഹ്മശിരസ് എന്ന അസ്ത്രം 6 പിരിഞ്ഞു. 5 പഞ്ചപാണ്ഡവന്മാരുടെ നേരെ, 1 ഉത്തരാഗർഭത്തിന്റെ നേരെ. ഭീകരമായിട്ട് തീതിപ്പിക്കൊണ്ട് വരുന്ന ആ അസ്ത്രങ്ങളെ കണ്ടപ്പോ ഭഗവാൻ അർജുനോട് പറഞ്ഞു, അശ്വത്ഥാമാവ് പ്രയോഗിച്ചതാണ് അർജുന, അതേ അസ്ത്രം തന്നെ പ്രയോഗിക്കൂ, സംഹരിച്ചോളൂ രണ്ടിനെയും. സഞ്ജഹാര അർജുനോദ്വയം. അർജുനൻ 2 ഉപസംഹരിച്ചു. അപ്പോഴാണ് അശ്വത്ഥാമാവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നു അർജുനൻ. പാഞ്ചാലിയുടെ കാൽക്കലിട്ടു. കണ്ട സമയത്ത് പാഞ്ചാലി ദ്രൗപദി പറഞ്ഞത് മുച്യതാം മുച്യതാം, അഴിച്ചുവിടൂ അഴിച്ചുവിടൂന്ന. സ്വന്തം 5 മക്കളെ കൊന്ന കൊലപാതകിയെ അഴിച്ചുവിടൂന്ന് ഏതമ്മയാ പറയുക? ഒരേ ഒരു അമ്മയെ പറയുള്ളൂ, ഭാഗവതത്തിൽ അമ്മ മാത്രമേ പറയുള്ളൂ. അഴിച്ചുവിടൂന്ന. നിങ്ങൾക്ക് അസ്ത്രവിദ്യ പഠിപ്പിച്ച ദ്രോണാചാര്യര് പുത്രരൂപേണ വർത്തതേ, ആത്മാവൈ പുത്ര ഉൽപ്പന്ന ഇത് വേദാനുശാസനം. ഒരുവൻ തന്നെയാണ് അവന്റെ പുത്രനായിട്ട് ഭാര്യയിൽ ജനിക്കുന്നത് എന്ന പ്രമാണമുണ്ട്. അതുകൊണ്ടാണ് ഭാര്യയ്ക്ക് ജായ എന്ന പേര്. അതുകൊണ്ട് ദ്രോണാചാര്യ തന്നെയാണ് ഗുരുഹത്യ ചെയ്യരുത്, ബ്രഹ്മഹത്യ ചെയ്യരുത്, അഴിച്ചുവിടൂ. ഭീമൻ പറഞ്ഞു, ഇവനെ തല്ലിക്കൊല്ലു തന്നെയാ വേണ്ടത്. പത്നി പറയണു അഴിച്ചുവിടൂ, ഏട്ടൻ പറയണു തല്ലിക്കൊല്ലൂ. എന്താ വേണ്ടേ? ആ സമയത്താണ് ഭഗവാന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മുഖത്ത് അപ്പോഴും ഉണ്ടായിരുന്ന ഒരു കള്ളച്ചിരി. അർജുന, ഏട്ടൻ പറഞ്ഞതും കേൾക്കണം, ഭാര്യ പറഞ്ഞതും കേൾക്കണം. ഭഗവാൻ പറഞ്ഞതിന്റെ രഹസ്യം മനസ്സിലായി. അശ്വത്ഥാമാവിന്റെ കുടുംബം മുറിച്ച് രത്നം ചൂഴ്ന്നെടുത്ത് അപമാനിച്ച് ശിബിരാന്തിരപായൽ. അങ്ങനെ ആ മരിച്ചതായ കുട്ടികൾക്ക് പ്രതികർമ്മങ്ങൾ ചെയ്തു. ഭഗവാൻ എല്ലാവരെയും ആശ്വസിപ്പിച്ചു. ഞാനേ ഈ കുരുക്ഷേത്ര യുദ്ധത്തിന് വേണ്ടിയിട്ട് ദ്വാരകയിൽ നിന്ന് വന്നിട്ട് മാസങ്ങളായി. ഞാൻ ഗൃഹസ്ഥനാണ്. 16,108 പേരെന്നെ കാത്തിരിക്കുന്നുണ്ട്. ഞാനൊന്ന് തിരിച്ചു പൊക്കോട്ടെ. തേരിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടി വന്ന് കാലുമ കെട്ടിപ്പിടിച്ചു. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാണ്യന്തദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. ഭഗവാനെ, ഭീകരമായിട്ടുള്ള അഗ്നിസ്ഫുലകങ്ങൾ തുപ്പിക്കൊണ്ട് ഒരു ഭീകരമായ അസ്ത്രം എന്റെ ഗർഭത്തിന്റെ നേരെ പാഞ്ഞു വരണു. ഞാൻ മരിച്ചോട്ടെ. മാമേ ഗർഭോ നിപത്യതാം. പാണ്ഡവവംശത്തിന്റെ ബീജാങ്കുരമാണ് എന്റെ വയറ്റില്.
ആ ശിശുവിനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ലോകത്തിൽ അങ്ങേക്ക് മാത്രമേ സാധിക്കുള്ളൂ. കാരണം അങ്ങ് ച്യുതിയില്ലാത്തവനാണ്. അതുകൊണ്ടാണ് അച്യുതൻ എന്ന് പേര്. ച്യുതിയില്ലാത്തവന് മാത്രമേ മറ്റുള്ളവരെ രക്ഷിക്കാൻ പറ്റുള്ളൂ. മരണധർമ്മമുള്ളവൻ വേറൊരുത്തിനെ മരണധർമ്മത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമോ? നമ്മളെല്ലാവരെയും രക്ഷിക്കാം എന്നുള്ള വല്ല കാര്യമുണ്ടോ? നമ്മളെ രക്ഷിക്കാൻ ഒരാൾക്കേ സാധിക്കുള്ളൂ. ആര്? ഭക്തന്മാര് പാടിയതുപോലെ, ഇവനൊരു ബന്ധു ഗുരുവായൂരപ്പ, അവിടുന്നില്ലാതില്ലവനീയിൽ അവനം ചെയ്യണേ കരുണാവാരിധേ. ഇതൊറക്കണം. എല്ലാ ദിവസവും സഹസ്രനാമം ചെല്ലുമ്പോൾ നമ്മൾ ജപിക്കാറില്ലേ? ലോകബന്ധു ലോകനാഥോ മാധവോ ഭക്തവത്സല. ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ മാത്രമേ ഏക ആശ്രയമുള്ളൂ എന്ന് ഗജേന്ദ്രൻ മനസ്സിലാക്കിയതുപോലെ ഉത്തര ശരണാഗതി പ്രാപിച്ചു. സ്വമായ വൃണോൽഗർഭം വൈരാട്യാ കുരുതന്തവേ. ബ്രഹ്മശിരസ് എന്ന ആ അസ്ത്രത്തിനെ സുദർശന അസ്ത്രം കൊണ്ട് ഭഗവാൻ നിർവീര്യമാക്കി. തൻ്റെ കഥകൾ ഭാവിയിൽ കേൾക്കേണ്ടവനാണ് ഈ ഉണ്ണി എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഗർഭത്തിന് ചുറ്റും ഒരാവരണം, നാരായണ കവചം. ഷഷ്ഠസ്കന്ധത്തില് 8ാമത്തെ അധ്യായത്തിലാണ് നാരായണ കവചം പറയുക. ഇപ്പൊ തന്നെ നാരായണ കവചം കൊണ്ട് അങ്ങോട്ട് മൂടി ഭഗവാൻ. നമേ ഭക്ത പ്രണശ്യതി, മൈ ഡിവോട്ടി ഷുഡ് നോട്ട് ബി പെരിഷ്ഡ്. എന്റെ ഭക്തൻ ഒരിക്കലും നശിച്ചുകൂടാ. അങ്ങനെ ഉത്തരാദേവി അനുഗ്രഹിച്ചു. ഉത്തരെ, പേടിക്കേണ്ട, ശ്രേഷ്ഠനായൊരു പുത്രനുണ്ടാവും. ഭഗവാൻ 2ാമത് തേരിൽ കയറാൻ പോയപ്പോഴാണ് ഒരു മുത്തശ്ശിയമ്മ വന്ന് നമസ്കരിക്കുന്നത്. വേറെ ആരുമല്ല, ഭഗവാന്റെ അച്ഛൻ പെങ്ങള് കുന്തിദേവി. പലതവണ ഭഗവാനെ ഒന്ന് നമസ്കരിക്കണമെന്ന് മോഹിച്ച ആളാ. ഭഗവാൻ ആരാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ മഹാത്മാക്കളിൽ ചിലര്. ഭഗവാൻ ആരാണ് എന്ന് അപൂർവം ചിലരെ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഗോപികമാരത് മനസ്സിലാക്കി. 5ാമത്തെ ദിവസം നമുക്ക് ഗോപികാഗീതത്തിൽ കാണാം. ഗോപികാഗീതം, അതിൽ 4ാമത്തെ ശ്ലോകം ഗോപികമാര് പാടി. നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖില ദേഹിനാം അന്തരാത്മദൃക് വിഖരസാർത്ഥിതോ വിശ്വഗുപ്തയേ സഖൗദേവാൻ സാത്വതാം കുലേ. ഗോപികമാർക്ക് ഒന്നും അറിയില്ലേ? അവര് മനസ്സിലാക്കി സാക്ഷാൽ പരബ്രഹ്മസ്വരൂപിയാണ്. അങ്ങ് പരപുരുഷനല്ല, പരമപുരുഷനാ. ഒരക്ഷരം കൂടുതലുണ്ട്. അപ്പൊ അർത്ഥവ്യാപ്തി നോക്കിക്കോളാൻ മതി. പരപുരുഷനല്ല, പരമപുരുഷൻ. ഇത് കുന്തിദേവിക്ക് മനസ്സിലായി. ഭഗവാനാണെന്ന് വിചാരിച്ച് ചെന്ന് നമസ്കരിക്കാൻ പോകുമ്പോഴേക്കും ഒരു കള്ളച്ചിരി ചിരിക്കും ഭഗവാൻ. ഭഗവാന്റെ മായയാണത്. ഭഗവാന്റെ പുഞ്ചിരി എന്ന് പറഞ്ഞാൽ മായയാണ്. എന്താ അച്ഛൻ പെങ്ങളെ വിശേഷം? ഇറുക്കങ്ങട് കെട്ടിപ്പിടിക്കുക. ഭഗവാൻ വന്ന് ഇറുക്കങ്ങട് കെട്ടിപ്പിടിച്ചാൽ പിന്നെ നമസ്കരിക്കാൻ പറ്റുമോ? എന്റെ കണ്ണൻ. ഭക്തിയിൽ നിന്ന് വാത്സല്യത്തിലേക്ക് വഴുതി വീഴും കുന്തിദേവി. പലതവണ ശ്രമിച്ചിട്ടും കുന്തിദേവിക്ക് ഭഗവാനെ നമസ്കരിക്കാൻ പറ്റിയില്ല. ഇത്തവണ ഭഗവാന്റെ ഇച്ഛ കൊണ്ട് ഭഗവാനെ നമസ്കരിക്കാൻ പറ്റി. ആ പ്രശസ്തമായിട്ടുള്ള സ്തുതി ഭാഗവതത്തിലെ ആദ്യത്തെ സ്തുതി, പ്രഥമ സ്കന്ധത്തിലെ 8ാമത്തെ സ്കന്ധം, കുന്തി സ്തുതി. നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം എന്ന് തുടങ്ങണു. നമസ്യേ, ഞാൻ നമസ്കരിക്കണു എന്ന് കുന്തി സ്തുതി പറയണമെങ്കിൽ ചുരുങ്ങിയത് 5 മണിക്കൂറെങ്കിലും വേണം. ഉപനിഷത്ത് സാര സർവസ്വമാണ് അതിൻ്റെ ഉള്ളില്. ആരാ പുരുഷൻ? പുരി ശേതേ, എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞിരിക്കുന്നവൻ. ആദ്യനാണ്, ആദ്യം ഉള്ളവനാണ്. ആത്മയോനി എന്ന് പറയണില്ലേ? ആത്മാവ ഇതമേക അഗ്ര ആസീൽ എന്നൊക്കെ ഉപനിഷത്ത് പറയും. ആദ്യം ഉണ്ടായത്, ഉണ്ടായതല്ല ഉള്ളത്, ഇങ്ങനെ ഉപനിഷത്ത് പറയാ. അങ്ങനെയുള്ള ആ ആദ്യം ഈശ്വരം, അങ്ങ് ഈശ്വരനാണ്. ആരാ ഈശ്വരൻ? സൃഷ്ടി സ്ഥിതി
സംഹാരം നടത്തുന്നവനാരോ അവൻ ഈശ്വരൻ. പ്രകൃതേ പരം, പ്രകൃതിക്കും ഉപരിയായിട്ടുള്ളവനാണ്. പിന്നെ അങ്ങയെ എന്താ ആരും അറിയാത്തത്? മായാജവനികാച്ഛന്നം, മായയാകുന്ന ഒരു കർട്ടൻ. ഭഗവാന്റെ തന്നെ മായ. എന്താണ് മായ? ആ വാക്ക് തിരിച്ചിട്ടാ മതി. യാ മാ സ മായ. എന്താണോ ഇല്ലാത്തത് അതാണ് മായ. ഈ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചം മുഴുവൻ സത്യമാണ് എന്ന് തോന്നണില്ലേ? കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, ചെവി കൊണ്ട് കേൾക്കുന്നുണ്ട്, നാവ് കൊണ്ട് രുചിക്കുന്നുണ്ട്, ഒക്കെ സത്യമാണെന്ന് നമുക്ക് തോന്നണു. അതാണ് മായ. എന്നാൽ ഇതിന് സംവിധായകനായിരിക്കുന്ന ഈശ്വരനെ ആരെങ്കിലും കാണുന്നുണ്ടോ? ആരെങ്കിലും കണ്ടോ? ഓ, ലോകത്തിൽ ആരും കണ്ടിട്ടില്ല. എന്താ കാരണം? മായാജവനികാച്ഛന്നം. അതുകൊണ്ട് ദശമസ്കന്ധത്തിൽ 87 അധ്യായത്തില് ശ്രുതികൾ പറയും. 1-ാമത്തെ ശ്ലോകം, ജയ ജയ ജഹ്യജാമജിതദോഷഗൃഭീത ഗുണ. ജഹി അജാം അജിത. അജ എന്ന് പറഞ്ഞാൽ മായ. അവിടുത്തെ മായയെ അങ്ങ് തന്നെ ഇല്ലാതാക്കണം. എന്നാലേ അവിടുത്തെ ഉപാസിക്കാൻ, ആസ്വദിക്കാൻ, അനുഭവിക്കാൻ, കാണാൻ ഞങ്ങൾക്ക് സാധിക്കുള്ളൂ എന്ന. മായാജവനികാച്ഛന്നം അജ്ഞാധോക്ഷജമവ്യയം. അധോക്ഷജനാണ് അങ്ങ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ സാധിക്കില്ല അവിടുത്തെ. അവ്യയം, നാശമില്ലാത്തവനാണ്. പിന്നെ അങ്ങയുടെ ആ സ്ഥിതി എങ്ങനെയാണ്? നടോ നാട്യധരോ യഥ. ഒരു നടൻ എപ്രകാരമാണോ രംഗത്ത് വന്ന് നൃത്തമാടുന്നത് അല്ലെങ്കിൽ അഭിനയിക്കുന്നത്, അതുപോലെ അവിടുന്ന് ഈ ലോകത്തിൽ നടിക്കണു. ഗൂഢശ്ചരതി വൃഷ്ണിഷു എന്നൊക്കെ ഇനി മുത്തച്ഛനായിരിക്കുന്ന ഭീഷ്മപിതാമഹൻ പറയുന്ന കേൾക്കാം. അപ്പൊ വാസ്തവത്തില് ആ ഭഗവാന്റെ മാഹാത്മ്യത്തിനെ ആർക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കണില്ല. കാരണം ന ലക്ഷ്യതയെ മൂഢദൃശ്യോ. അവിവേകികൾ അറിയണില്ല. ഒരു കഥകളി നടക്കുമ്പോ നമ്മള് രൗദ്രഭീമനെയും ശ്രീകൃഷ്ണനെയും പാഞ്ചാലിയെയും ശ്രീരാമനെയും ഒക്കെ കാണും. ഏതാശാനാണ് രൗദ്രഭീമനായിട്ട് വേഷം കിട്ടിയത്? അയ്യോ, അറിയില്ല കേട്ടോ. വേഷം അഴിച്ചു വെച്ചാ പറയാം. ഇതുപോലെ അവിടുത്തെ യഥാർത്ഥ രൂപം എന്താണ്, മാഹാത്മ്യം എന്താണ് എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. സർവസംഗപരിത്യാഗികളായ മഹർഷീശ്വരന്മാർക്ക് പോലും ആയിരക്കണക്കിന് വർഷങ്ങളുടെ തപസ്സുകൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവരെന്താ പറഞ്ഞതെന്നറിയോ? ബ്രഹ്മത്തിനെ, ഭഗവാനെ കണ്ടെത്താനായിട്ട് ആ മഹർഷീശ്വരന്മാര് സഹസ്രാബ്ദങ്ങൾ തപസ് ചെയ്തിട്ട് അവര് കണ്ടെത്തിയ ഒരു കാര്യം ഒറ്റ വാക്കിൽ പറഞ്ഞു. എന്താ? നേതി. ഇതല്ല. നേതി 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 നേതി. ഇതല്ല 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 ഇതല്ല. ഞങ്ങൾക്ക് മനസ്സിലായില്ല. യഥോ വാചോ നിവൃത്തന്റെ അപ്രാപ്യ മനസാസഹ എന്ന് തൈത്തിരീയ ഉപനിഷത്ത് പറയും. മനസ്സും ഇന്ദ്രിയങ്ങളും അന്വേഷിച്ച് ചെന്നിട്ട് പിടികിട്ടാതെ നിരാശരായിട്ട് തിരിച്ചു വരുന്നു. ആ ചൈതന്യത്തിനെ എങ്ങനെ അറിയാനായിട്ട് പറ്റും? സർവസംഗപരിത്യാഗികളായ മഹർഷീശ്വരന്മാർക്ക് മനസ്സിലായില്ലെങ്കിൽ എന്നെ പോലൊരു സ്ത്രീക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഭഗവാനെ അവിടുത്തെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. എനിക്ക് ഇത്രേ അറിയുള്ളൂ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എനിക്ക് ഇത്രേ അറിയുള്ളൂ. നീ കൃഷ്ണനാണ്, വാസുദേവനാണ്, ദേവകീനന്ദനാണ്, ഗോവിന്ദനാണ്. 4 പര്യായം പറഞ്ഞതല്ലാട്ടോ. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്ന് എന്നും നമ്മൾ ചെല്ലുന്ന ശ്ലോകങ്ങളാണിത്. അത് മുഴുവൻ ഉപനിഷത്താ. കുന്തിദേവിക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് കുന്തിദേവി പറഞ്ഞെന്താണെന്നറിയോ? കൃഷ്ണായ. ആരാ കൃഷ്ണൻ? കരിഷതി ഇത് കൃഷ്ണ. സകല ചരാചരങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുന്നവൻ. മേൽപ്പത്തൂര് ഭട്ടപാദര് നാരായണീയത്തിൽ 2-ാമത്തെ ദശകത്തില് പറഞ്ഞു, എത്ര ഇലോക്യ മഹീയസോപി മഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിധാനതോപി മധുരം മാധുര്യധുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം
പിന്നെ പറഞ്ഞത് എന്താണെന്നറിയോ? ഭുവനേ ന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണോ വിഭോ. ഗുരുവായൂരപ്പ, അങ്ങയുടെ രൂപം കണ്ടു കഴിഞ്ഞാല് മോഹിക്കാത്തത് ആരെങ്കിലും ഉണ്ടോ ലോകത്ത്? ആരുമില്ല. ലോകത്തില് ആരായികിലെന്ത് മിഴിയുള്ളവർ നോക്കി നിൽക്കും. കണ്ണെടുക്കാൻ തോന്നില്ല. വള്ളത്തോള് പാടിയതുപോലെ നിർനിമേഷമായി നിൽക്ക നേത്രമേ ഭാഗ്യാലിത നിന്നിലേക്ക് ഒഴുകുന്നു സച്ചിദാനന്ദാമൃതം. അങ്ങനെ ആ കുന്തിദേവി പറഞ്ഞു, അങ്ങ് സകല ചരാചരങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കുന്നവനാണ്. വാസുദേവായ. എന്താ അർത്ഥം വാസുദേവൻ? വസുദേവരുടെ പുത്രൻ എന്നല്ല കുന്തിദേവി ഉദ്ദേശിച്ചത്. വസനാൽ സർവഭൂതാനാം വസുത്വാൽ ദേവയോനിത വാസുദേവ ഇതി പ്രോക്തോ. വാസുദേവൻ എന്ന് പറയണത് സകല ചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നവനാന്നുള്ളത് കൊണ്ടാണ്. മഹാകവി ഉള്ളൂര് പാടിയതുപോലെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട്, അയ്യൻ പുലയനിലുണ്ട്, ആദിത്യനിലുണ്ട്, അണുവിലുമുണ്ട്. അതാണ് വാസുദേവൻ. അണോരണീയാൻ മഹതോ മഹീയാൻ. അതാണ് വാസുദേവൻ എന്ന് പറഞ്ഞത്. ദേവകീ നന്ദനായ ച. ആരാ ദേവകി? ദേവകിയുടെ പുത്രൻ. ആരാ ദേവകി? ദേവകി സർവദേവത. സർവദേവതാ സ്വരൂപമാണ് അവിടുന്ന്. അതാണ് ദേവകീ നന്ദനായ ച. ഇങ്ങനെ പറഞ്ഞു പോയാൽ ആ കുന്തിസ്തുതി പറയണമെങ്കിൽ നമുക്ക് ഒരു സപ്താഹം മതിയാവില്ല. ഒടുക്കം പറഞ്ഞു ഗോവിന്ദായ നമോ നമ. ഗോവിന്ദനാരാ? ഗൗവിനെ വിന്ദനം ചെയ്യുന്നവൻ. ഗൗ എന്ന ശബ്ദത്തിന് 25 അർത്ഥങ്ങളുണ്ട്. മനസ്സെന്നർത്ഥമുണ്ട്, ഇന്ദ്രിയങ്ങൾ എന്നർത്ഥമുണ്ട്, ഭൂമി എന്നർത്ഥമുണ്ട്, അമ്മ എന്നർത്ഥമുണ്ട്. ഒരുപാട് അർത്ഥങ്ങളുണ്ട്. സകല ചരാചരങ്ങളെയും സംരക്ഷിക്കുന്നവൻ ഭഗവാനെ. അവിടുത്തെ മാതാപിതാക്കളായിരിക്കുന്ന ദേവകീ വസുദേവന്മാര് കംസന്റെ കാരാഗൃഹത്തിൽ അനുഭവിച്ചതായ ആ ദുരിതങ്ങൾ നോക്കുമ്പോ ഞങ്ങൾക്ക് വൈകുണ്ഠത്തിലാ എത്തിയത്. ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. കംസന്റെ കാരാഗ്രഹത്തിൽ ദേവകീ വസുദേവന്മാരെന്ന മാതാപിതാക്കൾ അനേക ദുരിതങ്ങളെ അനുഭവിച്ചു. ചങ്ങല കൊണ്ട് ബന്ധനസ്ഥരായിട്ട് 6 കുട്ടികളെ നിശേഷം തല്ലിക്കൊന്നു. 7ാമത്തെയും 8ാമത്തെയായിട്ടുള്ള പുത്രന്മാര് നിങ്ങൾ 2 പേര് രാമകൃഷ്ണന്മാര്, നിങ്ങളെ താലോലിക്കാൻ പോലും അവസരം ഉണ്ടായില്ല. ആ അവസരത്തില് നിന്റെ മാതാപിതാക്കൾക്ക് പോലും കൊടുക്കാതിരുന്ന ഭാഗ്യം അടിയന് തന്നു. അടിയനും അടിയന്റെ മക്കൾക്ക് തന്നു. വിഷാൽ മഹാഗ്നേ പുരുഷാദർശനാൽ. ഗംഗാനദിയിലെ പ്രമാണകോടി എന്ന സ്ഥലത്ത് ഭീമസേനന് ആഹാരത്തില് വിഷം കൊടുത്ത് കെട്ടിത്താത്തി ദുര്യോധനാദികൾ. അവിടെ ചെന്നപ്പോ സർപ്പങ്ങൾ വന്ന് ദംശിച്ചു. സർപ്പങ്ങളുടെ വിഷം വന്നപ്പോ നേരത്തെ കൊടുത്ത വിഷം ഇല്ലാതായി. വാസുകി എന്ന നാഗരാജാവ് നാഗലോകത്തേക്ക് കൊണ്ടുപോയി ഒരു രസായനം കുടിപ്പിച്ചു. 10,000 ആനകളുടെ ബലമുള്ളവനായി തീർന്നു ഭീമസേനൻ. വെള്ളത്തിൽ കെട്ടിത്താത്തിയവൻ 10,000 ആനകളുടെ ശക്തിയോടെ തിരിച്ചു വന്നു. കൃഷ്ണ, അവിടുത്തെ അനുഗ്രഹം. കൃഷ്ണാനുകമ്പിതം കൃഷ്ണാനുകമ്പിതം കൃഷ്ണാനുകമ്പിതം. മഹാഗ്നേ അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലാൻ നോക്കിയതാണ്. അവിടെ വച്ചും നിന്റെ കാരുണ്യം കൊണ്ട്. പുരുഷാദ ദർശനാൽ. പുരുഷാദന്മാരെന്ന് പറഞ്ഞാല് മനുഷ്യമാംസം ഭക്ഷിക്കുന്നവരാ. ഭഗൻ, ഹിഡുംബൻ തുടങ്ങിയിട്ടുള്ളവര്. അവരുടെ കയ്യിൽ നിന്നും ഞങ്ങളുടെ മക്കളെ രക്ഷിച്ചു. അസൽസഭായ. കള്ളച്ചൂത് കളിച്ച് പഞ്ചപാണ്ഡവന്മാർ മുഴുവൻ അടിമകളായിട്ട് നിൽക്കുമ്പോ പാഞ്ചാലി എന്ന് പറയുന്ന ആ കുലവധുവിനെ അശുദ്ധയോ പരിഷതിയൊറ്റ വസ്ത്രം ഉടുത്തതോ. ദുര്യോധന അലറി. അവള് രജസ്വലായിട്ടിരിക്കുക. 3 ദിവസത്തെ അശുദ്ധിയായിട്ടിരിക്കണു. രജസ്വലായിക്കോട്ടെ അശുദ്ധിയായിക്കോട്ടെ, പിടിച്ചു കൊണ്ടുപോവാ ദുശാസന. ദാസിക്കുടുപ്പും പ്രഭു വെച്ചതല്ലോ. ദാസിയുടെ വസ്ത്രം വരെ യജമാൻ അവകാശപ്പെട്ടതാണ്, അഴിക്കൂ എന്ന് ദുര്യോധന അലറിയ സമയത്ത് വില്ലാളി വീരന്മാരായുള്ള കെങ്കേമന്മാരായിട്ടുള്ള 5 ഭർത്താക്കന്മാരെ നിസ്സഹായരായിട്ട് നിഷ്ക്രിയരായിട്ട് നാണമില്ലാതെ തല താഴ്ത്തി നിൽക്കണു. ആ സമയത്ത് പാഞ്ചാലി വിളിച്ചു, കൃഷ്ണാഹരേ ദ്വാരകവാസിനോ കേണഞ്ഞു രക്ഷയ്ക്കഥയജ്ഞസേനി. കൃഷ്ണാഹരേ ഉറക്ക വിളിച്ചു, അന്യഥാ ശരണം നാസ്തി. നൂനം മഹാത്മാവു മറഞ്ഞു നിന്നിട്ടനന്തമാം വസ്ത്രം അവൾക്കു നൽകി. ആ സമയത്ത് ഭഗവാൻ മറഞ്ഞു നിന്നുകൊണ്ട് ദുശാസനൻ ബോധം കെട്ട് വീണിട്ടും
തീരാത്ത രീതിയിലുള്ള അനന്തമായ വസ്ത്രങ്ങൾ. ഒരു സ്ത്രീയുടെ ഏറ്റവും വിലപ്പെട്ട മാനം ഭഞ്ജിക്കുമെന്ന അവസ്ഥയിൽ പോലും അവിടെ നിന്നാണ് രക്ഷകനായിട്ട് വന്നത്. ഇതിനൊക്കെ പ്രതിഫലമായിട്ട് അടിയൻ എന്താ ചെയ്യേണ്ടത്? എത്ര തവണ നമസ്കരിക്കണം എന്റെ കൃഷ്ണ? പിന്നെ മൃഥേനേക മഹാരഥാസ്ത്രതോ, എത്ര 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 അസ്ത്രങ്ങളിൽ നിന്ന് കർണൻ തൊടുത്തു വിട്ടോരാ നാഗാസ്ത്രം കണ്ടു മാധവൻ. അർജുനന് വേണ്ടി സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയ നാഗാസ്ത്രം തൊടുത്തു വിട്ടു. ഭഗവാൻ ആ കാലുകൊണ്ട് തേരൊന്നമർത്തി. മിന്നൽ തേരൊന്നമർന്നപ്പോൾ മുട്ടുകുത്തി ഹയങ്ങളും. കാറിന്റെ ബ്രേക്ക് ചവിട്ടുന്നത് പോലെ ഭഗവാൻ ഒറ്റ ചവിട്ട തേര്. കുതിരകൾ മുട്ടുകുത്തി വീണു. കുതിര താന്ന സമയത്ത് ആ അർജുനന്റെ കിരീടം തെറിപ്പിച്ചുകൊണ്ട് പോയി. അർജുനന്റെ കഴുത്ത് തെറിപ്പിക്കേണ്ടത് കിരീടം തെറിപ്പിച്ചുകൊണ്ട് പോയി. ആരുടെ അനുഗ്രഹം? അവിടുത്തെ അനുഗ്രഹം. ഭഗദത്തൻ വൈഷ്ണവാസ്ത്രം എന്ന അസ്ത്രം പ്രയോഗിച്ചു. ഭഗവാൻ എഴുന്നേറ്റ് നിന്നു. പാർത്ഥനെ മൂടി മാധവൻ. പുറകിൽ നിൽക്കുന്ന അർജുനനെ കവർ ചെയ്തുകൊണ്ട് ഭഗവാൻ എഴുന്നേറ്റ് നിന്നു. വൈജയന്തി മാലയായി ആ വൈഷ്ണവാസ്ത്രം ഭഗവാന്റെ കഴുത്തിലെ വൈജയന്തി മാലയായിട്ട് വീണു. അല്ലെങ്കിൽ അർജുനന്റെ പൊട്ടി പോലും ഉണ്ടാവില്ല. അതുപോലെ ആ അശ്വത്ഥാമാവ് പ്രയോഗിച്ച നാരായണാസ്ത്രം അന്നേരം തൊടുത്തു ദ്രോണനന്ദനൻ. വേഗമിങ്ങായുധം വിപ്പിൻ വാഹനം വിട്ടിറങ്ങുവിൻ. ഈ ശസ്ത്രം നിങ്ങളെ കൊല്ല, ശസ്ത്രം വിട്ടൂഴി വാഴുകിൽ. ഭഗവാൻ ഉറക്ക വിളിച്ചു പറഞ്ഞു, എല്ലാവരും ആയുധങ്ങളെ നിലത്ത് വെച്ച് താഴെ നിന്നോളൂ. ആരെയും ഉപദ്രവിക്കില്ല. എല്ലാവരും തൊഴുതുകൊണ്ട് നിന്നു. ഭീമസേനൻ മാത്രം ഗദയും ചുഴറ്റിക്കൊണ്ട് തേരിൽ നിന്നപ്പോൾ വലിയൊരു തീഗോളം. ഒറ്റ ചാട്ടത്തിന് ഭഗവാൻ ഭീമനെ വലിച്ചു പുറത്തിട്ടു. അല്ലെങ്കിൽ എൻ്റെ ഭീമൻ ഇന്നുണ്ടാവില്ല. ഇങ്ങനെ എത്ര 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 ദുരിതങ്ങൾ വന്നു ജീവിതത്തില്. എപ്പോഴെല്ലാം ദുരിതങ്ങൾ വന്നോ എൻ്റെ കൃഷ്ണ നീ എൻ്റെ അടുത്തുണ്ടായിരുന്നു. എപ്പോഴെല്ലാം എനിക്ക് ദുഃഖങ്ങൾ ഉണ്ടായോ, എപ്പോഴെല്ലാം എനിക്ക് ദുരിതങ്ങൾ ഉണ്ടായോ, നീ എൻ്റെ തൊട്ടടുത്തുണ്ട്. അപ്പൊ ഭഗവാനെ, നീ എൻ്റെ അടുത്തുണ്ടാവാൻ ഞാൻ എന്താ പ്രാർത്ഥിക്കണ്ടേ? എന്താ ഞാൻ പ്രാർത്ഥിക്കണ്ടേ? വിപദസ്സന്തു നശ്വൽ തത്ര തത്ര ജഗൽ ഗുരോ. എനിക്ക് ആപത്തുകൾ മാത്രം തരണേ, ദുഃഖങ്ങൾ മാത്രം തരണേ എന്നാ. ലോകത്തിൽ ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചത് ഒരേ ഒരു ജീവാത്മാവേ ഉള്ളൂ. ആര്? കുന്തിദേവി മാത്രം. നമ്മള് ചോറ്റാനിക്കരമ്പയുടെ മുമ്പിൽ ചെന്നിട്ട് എന്താ പറയാ? പാഹിമാം 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 പാഹിമാം. എന്നെ രക്ഷിക്കണേ, എന്നെ സകല ദുരിതത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ, സകല ദുരിതത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ. നീ രക്ഷിച്ചില്ലെങ്കിലോ, നമ്മൾ ഉദ്ദേശിച്ച കാര്യം ചോറ്റാനിക്കരമ്പ നടത്തി തന്നില്ലെങ്കിലോ? 2 നേരം ഞാൻ കുളിച്ചു തൊട്ട് ഇതല്ലേ, നാളെ തൊട്ട് ഞാൻ അമ്പലത്തേക്ക് ഇല്ല. കൊച്ചുകുട്ടികള് വഴക്കിടണം. വല്ലഗോ ആരോട്? ചോറ്റാനിക്കരമ്പയോടെ. ഇതല്ലേ നമ്മുടെ ഇന്ന് കാശ് മേടിച്ച് നമ്മൾ പറയുന്ന കാര്യം നടത്തി തരാനിരിക്കണ കച്ചവടക്കാരിയൊന്നും അല്ല അമ്മ. നമുക്ക് വേണ്ടത് എന്താന്ന്, മക്കൾക്ക് എന്താ വേണ്ടതെന്ന് അമ്മയ്ക്ക് അസലായിട്ട് അറിയാം. നമ്മൾ പറയൊന്നും വേണ്ട. വേണോ? കൊച്ചിനെന്താ വേണ്ടതെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? എന്നാലും കലിയുഗ മനുഷ്യരായിട്ട് മണ്ടന്മാരായിട്ടുള്ള നമ്മള് എന്താ പറയാ? കുലം ച പോരാ, കുലധർമ്മം ച പോരാ, മാം ച പാലേ പാലേ, എന്നെ രക്ഷിക്കണേ എന്ന് നമ്മൾ പറഞ്ഞിട്ട് വേണല്ലോ ചോറ്റാനിക്കരമ്പയ്ക്ക് നമ്മളെ രക്ഷിക്കാൻ. എങ്ങനെ മണ്ടത്തരം വരണേ? അതാ ഭാഗവതം ചോദിക്കണേ. കുന്തിദേവി എന്ന മുത്തശ്ശിയമ്മ കാണിച്ചു തന്നു. എപ്പോഴെല്ലാം നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവണോ, ദുരിതങ്ങൾ ഉണ്ടാവണോ, അപ്പോഴൊക്കെ ഭഗവാൻ നമ്മുടെ അടുത്തുണ്ട്. മഹാബലി ചരിതത്തില് 4-ാമത്തെ ദിവസം കാണാം, അഷ്ടമസ്കന്ധത്തില്. യം അനുഗൃഹാമി തദ്വിശോ വിധുനോമ്യഹം. ആരെയെല്ലാം ഞാൻ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവന്റെ സകലത്തും ഞാൻ നശിപ്പിക്കും. എൻ്റെ 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 എന്ന ഭാവം ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഞാൻ നശിപ്പിക്കും. നമുക്കൊക്കെ ആടിന്റെ ജീവനെന്നാണ് ആചാര്യന്മാർ പറയാ. എന്താ ആടെങ്ങനെയാ പറയാ? മേന്ന് അല്ലേ? ധാരാ ഇമേമേ, ഭാര്യ എൻ്റെ. തനയാ ഇമേമേ, മക്കളെൻ്റെ. ഗൃഹ ഇമേമേ, ഗൃഹമെൻ്റെ. പശവശ്ചമേമേ, പശുക്കളെൻ്റെ. മേമേ കര മേഷസമാനധർമ്മ. മേഷം എന്ന് പറഞ്ഞാൽ ആട് എന്നർത്ഥം. ആടിന്റെ പോലെയാ എൻ്റെ 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 എൻ്റെ. ഇത് പറഞ്ഞ് നടക്കണവരെ ദുഃഖേ ഉണ്ടാവുള്ളൂ. അപ്പൊ എപ്പോഴാണോ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവണത്, അപ്പോഴാണ് ഭഗവാന് നമ്മുടെ കൂടെ ഉണ്ടാവുക. അല്ലേ?
നമ്മൾ വിചാരിച്ച കാര്യം നടക്കാണ്ട് വരുമ്പോ, ദുഃഖം വരുമ്പോഴല്ലേ എന്റെ ചോറ്റാനിക്കരമ്മേ നെഞ്ചത്ത് കൈവയ്ക്കും. അതേവരെ ഞാൻ അതേ നെഞ്ചത്ത് അതേ കൈയിന് വയ്ക്കും. പക്ഷെ ഭാവത്തിന് വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഗജേന്ദ്രൻ ചളിന്ന് കയറാൻ നേരത്ത് കൊമ്പനാനകൾ കൂട്ടിയിട്ട് കൂടിയില്ല എന്ന് കണ്ടപ്പോ ഭീതം പ്രപന്നം പരിപാതി യദ്ഭയാൽ മൃത്യുപ്രധാവത്യരണം തമീമഹി അവനെ തന്നെ ഞാൻ ശരണം പ്രാപിക്കണു. ഈ ഒരു ഭാവം നമുക്കുണ്ടാവണം. ശരണാഗതി പ്രാപിച്ചു കുന്തിദേവി. കാരണം നിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ സംസാരത്തിലേക്ക് അവൻ തിരിച്ചു വരണില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന് നേരെ വിപരീത. വിപദ സന്തുന ശശ്വൽ തത്ര തത്ര ജഗൽഗുരോ. എനിക്ക് ആപത്തുകൾ മാത്രം തരണേ, ആപത്തുകൾ മാത്രം തരണേ. അപ്പൊ നമ്മൾ വിചാരിക്കാതെ ഓരോ ആപത്ത്, ആധിയാവാം വ്യാധിയാവാം, എന്ത് പ്രശ്നമാണെങ്കിലും അമ്മയുടെ അനുഗ്രഹമാണ്, അമ്മയുടെ അനുഗ്രഹമാണ്, ചോറ്റാനിക്കരമ്മയുടെ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുക. അമ്മ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും സംഭവിച്ചാൽ അഹങ്കാരം കൊണ്ട് നമ്മൾ അധപ്പതിക്കുമെന്ന് അമ്മ തീരുമാനിച്ചിട്ടുണ്ടാവും. കൊച്ചുകുട്ടികളെ കുസൃതി കാണിച്ചാൽ അമ്മ പിടിച്ച് പിച്ചാറില്ലേ? എന്തിനാ? ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ, നേരെ ആവാൻ. ശിവമാർഗ പ്രണയതാരം. അതുപോലെ ചോറ്റാനിക്കരമ്മയും ഗുരുവായൂരപ്പനും ഒക്കെ കണക്കാക്കിയിട്ടുണ്ട്. ഇവനെ നേരെയാക്കണമെങ്കിൽ ഇതേ മരുന്നുള്ളൂ. എന്താണെന്നറിയോ? അതും പറഞ്ഞുതരാം. ദുഃഖങ്ങൾ വരുമ്പോ നമുക്ക് വേദന വരില്ലേ? വേദന വരുമ്പോഴാണ് വിവേകം വരിക. അയ്യോ അത് ചെയ്യേണ്ടിയിരുന്നില്ല കേട്ടോന്ന്. എപ്പോ? വേദന വരുമ്പോ. അതുവരെ തലപൊക്കി പിടിച്ച് നടക്കും. വേദന വരുമ്പോ വിവേകം വരും. വിവേകം വന്നാലോ ഈ വിഷയങ്ങളോട് വൈരാഗ്യം വരും, വിരക്തി വരും. അപ്പൊ വേദന, വിവേകം, വിരക്തി, ഈ 3 വകാരങ്ങൾ ഒരുമിച്ചാ നടക്കുക. എപ്പ വേദനയുണ്ടോ അപ്പ വിവേകം വരും. എപ്പ വിവേകം വന്നോ ഈ ലോകത്തിനോട് വിരക്തിയും വരും. അതാണ് കുന്തിദേവി പ്രാർത്ഥിച്ചത്. ഭഗവാനെ, അവിടുത്തെ ഈ അവതാരം എന്തിനാണ് ലോകത്ത് ആർക്കും അറിഞ്ഞുകൂടാ? ചിലര് പറയുന്നുണ്ട് ദേവകി വസുദേവന്മാരുടെ പ്രാർത്ഥന സാക്ഷാത്കരിക്കാൻ പുത്രനായിട്ട് ജനിച്ചതാണ് എന്ന്. ചിലര് പറയുന്നു ശാപം കിട്ടിയ യദുവംശത്തിനെ ശുദ്ധീകരിക്കാനാണ് എന്ന്. യയാതി എന്ന രാജാവിന് 5 പുത്രന്മാരുണ്ടായിരുന്നു. യയാതി ചോദിച്ച ചോദ്യം, യൗവനം തിരിച്ചു തരൂ, യൗവനം ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞു. 4 പുത്രന്മാര് കൂട്ടാക്കിയില്ല. 4 എണ്ണത്തിനെ ശപിച്ചു. അതിൽപ്പെട്ട ആളാണ് യദു. യദുവിനോട് ആദ്യം ചോദിച്ചേ നിന്റെ യൗവനം തരുമോ എന്ന്. അത് നവമസ്കന്ധത്തിൽ നമുക്ക് കാണാം. ഇപ്പൊ നമ്മുടെ പ്രകരണം അതല്ലാത്തതുകൊണ്ട് പറയണില്ല. അപ്പൊ യയാതി എന്ന അച്ഛന്റെ ശാപം കിട്ടിയ യദു എന്ന രാജാവിന്റെ വംശപരമ്പരയില് അങ്ങ് ജനിച്ചു. എന്തിന്? ആ യാദവ് വംശത്തിനെ ശുദ്ധീകരിക്കാൻ. പിന്നെ ചിലർ പറയുന്നു ഭൂഭാരം ഉപസംഹർത്തും, ഭൂമിയുടെ ഭാരം തീർക്കാനാണ് എന്ന് വേറെ ചിലർ. വേറെ ചില ആൾക്കാർ പറയുന്നു മറ്റ് അവതാരങ്ങളെക്കാൾ കൂടുതൽ ആൾക്കാർക്ക് ഓമനിക്കാൻ, ഉപാസിക്കാൻ വേണ്ടിയിട്ട് അതുള്ളതാണ് ഈ ശ്രീകൃഷ്ണാവതാരം. പരിപൂർണതമ അവതാരം അല്ലേ? നരസിംഹാവതാരാണെങ്കിൽ ആരെങ്കിലും അടുത്തേക്ക് പോവോ? തപ്തസ്വർണ സവർണ ഘോർണതിരുക്ഷാക്ഷം, ആരും അടുത്തേക്ക് പോവാ? ലക്ഷ്മി പോലും അടുത്തേക്ക് പോയില്ല. പരശുരാമന്റെ അടുത്തേക്കോ മഴുവാ കയ്യിലിരിക്കണേ. ബലരാമന്റെ കയ്യിലോ കലപ്പയും ഇരുമ്പൊലക്കയാ കയ്യിലിരിക്കണേ. ആരെങ്കിലും പോവോ? ഇല്ല. പിന്നത്തേതോ മത്സ്യം, കൂർമ്മം, വരാഹം, ഇതൊക്കെ നെറ്റി ചുളിയും. പക്ഷേ ഗുരുവായൂരപ്പൻ എന്ന് പറയുമ്പോഴോ പട്ടുകോണം കൊടുത്ത് ഇടത്തെ കയ്യിൽ മുരളിയും വലത്തെ കയ്യിൽ വെണ്ണയും പിടിച്ച് നിൽക്കുമ്പോ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് വാരിയെടുത്ത് ഉമ്മ വയ്ക്കാൻ തോന്നില്ലേ? അതിനാണ് നീ രൂപ സ്വീകരിച്ചതെന്നാ പലരും പറയണേ. അപ്പൊ ഓരോരുത്തര് ഓരോന്ന് പറയണു. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, നിന്റെ നാമം ജപിക്കുന്നവര്, നിന്റെ കഥകളാകുന്ന ഭാഗവതം കേൾക്കുന്നവര് പിന്നെ ഒരിക്കലും സംസാരത്തിലേക്ക് തിരിച്ചു വരണില്ല. അതുറപ്പാ. മോക്ഷം കിട്ടണോ എന്നർത്ഥം. ഏതൊരാൾക്കാരാണോ നിന്റെ നാമസങ്കീർത്തനങ്ങൾ ജപിക്കണത്, ഭാഗവതത്തിന്റെ അവസാനത്തെ ശ്ലോകം എന്ന് പറയാൻ പാടില്ല, കാരണം ഭാഗവതം അവസാനിക്കണില്ല. 13ാമത്തെ സ്കന്ധത്തില് 12ാമത്തെ സ്കന്ധത്തില് 13ാമത്തെ അധ്യായം, ഭാഗവതത്തിൽ 12ാമത്തെ സ്കന്ധം 13ാമത്തെ അധ്യായം
അവസാനത്തിൽ ശ്ലോകമുണ്ട്, നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം, സകല പാപങ്ങളെയും ഇല്ലാതാക്കി തീർക്കണു. അങ്ങനെ എന്നുവെച്ച പുനരാവർത്തതേ എന്ന ഉപനിഷത് വാക്യം പോലെ ഈ സംസാരത്തിലേക്ക് പ്രവേശിക്കുന്നില്ല നിന്റെ നാമം ജപിക്കുന്നവൻ. അത് മാത്രമേ എനിക്കറിയുള്ളൂ. അതുകൊണ്ട് ഭഗവാനെ, എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ. എന്താ? സംസാര ബന്ധം തീർക്കണേ, എന്നെ കംസാരേ സ്വന്തമാക്കണേ. ഇത് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. എന്നെ നിന്റെ പാദങ്ങളിലേക്ക് ലയിപ്പിക്കണം. അതിന് എൻ്റെ മനസ്സാകുന്ന നദി ഗംഗാനദി, ഗംഗൗഘമുദന്വതി, ഗംഗാനദി സകല പ്രതിബന്ധങ്ങളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് സമുദ്രത്തിലേക്ക് കുതിച്ചു പാഞ്ഞ് സമുദ്രവുമായിട്ട് ഏകീഭവിക്കുന്നത് പോലെ എൻ്റെ മനസ്സ് നിരന്തരമായിട്ട് നിന്റെ പാദങ്ങളിലേക്ക് പ്രവഹിക്കണം. ഇത് മാത്രമേ ഉള്ളൂ. എൻ്റെ മനസ്സ് നിരന്തരമായിട്ട് അവിടുത്തെ പാദങ്ങളിലേക്ക് ഒഴുകണം. ഇത് മാത്രമേ അടിയനൊരു പ്രാർത്ഥനയുള്ളൂ. അതിനെന്താ ചെമ്പങ്ങളെ? ഭഗവാൻ പതുക്കെ അങ്ങോട്ട് ചിരിച്ചു. മന്ദം ജഹാസ വൈകുണ്ഠോ മോഹയന്നിവമായയാ. കെട്ടി അങ്ങോട്ട് പിടിച്ചു തൻ്റെ അച്ഛൻ പെങ്ങളെ. ഇങ്ങോട്ട് നമസ്കരിക്കാൻ വന്ന ആളെ അങ്ങോട്ട് നമസ്കരിച്ചു. ഭഗവാന്റെ ആ പുഞ്ചിരിയിൽ പെട്ടുപോയി കുന്തിദേവി. ഇതെന്റെ കണ്ണൻ ജഗദീശ്വര എന്നല്ലേ ആദ്യം നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം എന്ന് സ്തുതിച്ച കുന്തി ദേവി എന്ന മുത്തശ്ശിയമ്മ ഭഗവാന്റെ ചിരിയിൽ വീണുപോയി. എൻ്റെ കണ്ണാ, എനിക്ക് ആ രൂപമാണ് ഏറ്റവും ഇഷ്ടം. ഏത്? മന്ദദണ്ഡമുപഗൃഹ്യ പാടിതം ഹന്തദേവദതിഭാജനം ത്വയാ. യശോദമ്മയുടെ തൈർക്കലം തല്ലി പൊളിച്ചിട്ട് ആ വെണ്ണ എടുത്ത നേരത്ത് യശോദമ്മ ഒരു കയറുമായിട്ട് വന്നില്ലേ? ഗോപ്യാദേ ത്വയി കൃതാഗസിതാമതാവൽ യാതേ ദശശ്രുകലിലഞ്ജന സംഭ്രമാക്ഷം വക്രം നിനീയ ഭയഭാവനയാ സ്ഥിതസ്യ സാ മാം വിമോഹയതി. ആ രൂപാണ് യശോദമ്മ കെട്ടാനായിട്ട് വന്നപ്പോ കള്ളക്കരച്ചിലും കരഞ്ഞ് കീഴ്പിട്ട് നോക്കി നിൽക്കുന്ന കള്ളകൃഷ്ണ. ആ രൂപാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. കെട്ടി ഇങ്ങോട്ട് പിടിച്ചു. ഇങ്ങോട്ട് നമസ്കരിക്കാൻ വന്ന കുന്തിദേവിയെ അങ്ങോട്ട് നമസ്കരിച്ച് ഭഗവാൻ കെട്ടിപ്പിടിച്ച് സന്തോഷിപ്പിച്ചു. അച്ഛമ്മങ്ങളെ, ഇനി ഞാൻ പൊക്കോട്ടെ. രണ്ടാമത്തെ പ്രാവശ്യം തേരിൽ കയറാനായിട്ട് പോയപ്പോഴാണ്, ആദ്യം ഉത്തരാദേവിയാണ്, രണ്ടാമത്തെ പ്രാവശ്യം കുന്തിദേവിയാണ്. ആ കുന്തിദേവിയെ സമാധാനിപ്പിച്ച് മൂന്നാമത്തെ പ്രാവശ്യം ഭഗവാൻ തേരിൽ കയറാൻ പോയപ്പോഴാണ് ഒരാൾ കൈകൊണ്ട് വിളിച്ചു, കൃഷ്ണ ഒന്ന് അവിടെ നിൽക്കൂ. നോക്കിയപ്പോൾ വരാറില്ല, ധർമ്മപുത്ര മഹാരാജാവ്. എന്താ ധർമ്മേട്ടാ? അല്ല, എനിക്കൊരു സംശയം. ഇപ്പോഴാണ് കാർന്നവർക്ക് സംശയം വന്നത്. എല്ലാം കഴിഞ്ഞപ്പോൾ ഭാരതയുദ്ധം കഴിഞ്ഞ് കൗരവന്മാർ മുഴുവൻ നശിച്ച് എല്ലാം ചോരപ്പുഴ ഒഴുക്കി അനേകം പേരെ നിരപരാധികളെ കൊന്നൊടുക്കി അനേക സ്ത്രീകളെ വിധവകളാക്കി അനേകം കുട്ടികൾക്ക് അച്ഛന്മാരെ ഇല്ലാണ്ടാക്കി രാജ്യം മുടിച്ച് തേച്ച് കഴുകി കഴിഞ്ഞപ്പോഴാണ് ധർമ്മേട്ടനൊരു സംശയം. കൃഷ്ണ, അനേകം നിരപരാധികളെ നമ്മള് ബലി കഴിച്ചുല്ലോ. ഈ ചോരപ്പുഴ ഒഴുക്കിയിട്ട് ഈ മഹാപാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടയാ തീർക്കുക? ഭഗവാൻ പറഞ്ഞു, ധർമ്മേട്ടാ, അതിനല്ലേ 3 അശ്വമേധയാഗം അങ്ങയെ കൊണ്ട് കഴിപ്പിച്ചത്. എന്റെ കൃഷ്ണ, ഒരു ഹിംസയ്ക്ക് പരിഹാരമായിട്ട് വേറൊരു ഹിംസ എങ്ങനെ പ്രായശ്ചിത്തമാവും? യാഗത്തിലില്ലേ ഹിംസ? 10,000 മനുഷ്യരെ കൂട്ടക്കുരുതി കൊടുത്ത കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പാപം കഴുകിക്കളയാൻ യാഗം ചെയ്യാന്ന് പറഞ്ഞാൽ അശ്വമേധയാഗത്തില് എത്ര ജീവികളെ കുരുതി കൊടുക്കുന്നുണ്ട്? അത് പാപല്ലേ? യഥാ പങ്കേന പങ്കാംഭ. ഒരു ചളി നിറഞ്ഞ കുടം ചളിവെള്ളത്തിൽ കഴുകിയാലപ്പോൾ അത് മഴ പെയ്യുണ്ട്, ചളിവെള്ളം കൂലം കുത്തി ഒഴുകുക. നമ്മുടെ കയ്യിലൊരു പാത്രം ആ ചളിവെള്ളത്തിൽ കഴുകിയാൽ വൃത്തിയാവുമോ? ഒരു ഹിംസയ്ക്ക് പ്രായശ്ചിത്തമായിട്ട് മറ്റൊരു ഹിംസ എങ്ങനെ പരിഹാരമാവും? ഭഗവാൻ തീരുമാനിച്ചു, ഇതിന്റെ ഉത്തരം എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഏതായാലും കാര്യം മുത്തച്ഛനോട് ചോദിക്കാം. സർവജ്ഞനായ ഭഗവാൻ ഒന്നും അറിയില്ല എന്നങ്ങോട്ട് നടിച്ചു.
സകല കാരണങ്ങൾക്കും കാരണനായിരിക്കുന്ന ത്രൈലോക്യനാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇതിന് ഉത്തരം പറയാൻ അറിയില്ല എന്ന്. വരൂ, നമുക്ക് മുത്തച്ഛനോട് ചോദിക്കാം. ആ സമന്തപഞ്ചകത്തില് കുരുക്ഷേത്രത്തില് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ എന്ന ദേവവ്രതന്റെ അടുത്തേക്കാ കൊണ്ടുപോയത്. ദിവശ്യുതമിവാമരം, മാനത്തുനിന്ന് പൊട്ടി വീണ ദേവനെ പോലെ ശോഭിക്കണു. കെടാൻ പോകും തീ കണക്കെ കണ്ടു ഗംഗേയനത്തജ, അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തും. ഇതുപോലെ അതീവ തേജസ്വിയായിട്ട് കിടക്കുന്നത് ആ ഭീഷ്മ പിതാമഹനെ കണ്ടു. പഞ്ചപാണ്ഡവന്മാരെ അവിടുത്തെ തൊഴുത് കൈകളോടെ ചെന്നു. ഭഗവാൻ അവിടെ ചെന്ന സമയത്ത് അനേകം മഹർഷിമാര്, 10,000-കണക്കിന് മഹർഷിമാർ അവിടെ വന്നു. എന്താ കാരണം? അസുലഭമായ ഒരു സത്സംഗം. അതെന്താ? തൻ്റെ ഭക്തനെ കാണാൻ ഭഗവാൻ ചെല്ലണു. സാധാരണ ഭക്തന്മാരല്ലേ ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുക, അല്ലേ? ചോറ്റാനിക്കരമെ കാണാൻ ജനലക്ഷങ്ങൾ വരുന്നു. തൃപ്രയാർദേവരെ കാണാനും കൂടൽമാണിക്യത്തിന് തൊഴാനും നാലമ്പല തൊഴാനായിട്ട് ജനലക്ഷങ്ങൾ പോകണു. ഏറ്റുമാനൂരപ്പനെ കാണാൻ, ശ്രീപത്മനാഭനെ കാണാൻ, പൂർണ്ണത്രയീശനെ കാണാൻ ലക്ഷക്കണക്കിന് ഭക്തന്മാര് ഭഗവാന്റെ അടുത്തേക്കാ പോവുക. ഇവിടെ ഭഗവാൻ ഭക്തന്റെ അടുത്തേക്ക് വരുന്നു. അതാ വ്യത്യാസം. അപ്പൊ ആ ഭക്തന്റെ മാഹാത്മ്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ ഭഗവാൻ തന്റെ ഭക്തന്റെ അടുത്തേക്ക് എഴുന്നള്ളണു എന്ന അപൂർവമായ ആ രംഗം കാണാൻ എല്ലാവരും അവിടെ എത്തി. അനേക മഹർഷിമാര് ആ സത്സംഗത്തിന് സാക്ഷിയാവാൻ എത്തി. പാണ്ഡുപുത്രന്മാരെ കണ്ടപ്പോ, പഞ്ചപാണ്ഡവന്മാരെ കണ്ടപ്പോ ആ മുത്തച്ഛന്റെ കണ്ണിൽ നിന്ന് വാത്സല്യം കൊണ്ട് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ഭഗവാനെ കണ്ടപ്പോ ഭക്തി കൊണ്ട് കണ്ണില് കണ്ണുനീര് നിറഞ്ഞു. അന്ധീഭൂതേന ചക്ഷുഷ, കണ്ണ് കാണാണ്ടായി. വാത്സല്യം കൊണ്ടും ഭക്തി കൊണ്ടും കുറെ കണ്ണുനീരങ്ങൾ ഒഴുകിപ്പോയപ്പോ ത്രൈലോക്യനാഥനായ ഭഗവാനോട് കണ്ണുകൊണ്ട് കാണിച്ചു, എന്റെ അടുത്തേ ഒന്ന് ഇരിക്കൂന്ന്. ഭഗവാൻ ഭീഷ്മ പിതാമഹന്റെ കാൽക്കലിരുന്നു. ആ ഹൃദിസ്ഥം പൂജയാമാസ മായയോപത്ത വിഗ്രഹം, മായാവേഷം ധരിച്ചിരിക്കുന്ന ആ ഭഗവാൻ എന്ന ഗോപാലന്റെ രൂപം ധരിച്ചു വന്ന പരമാത്മാവിനെ മനസ്സുകൊണ്ട് അങ്ങോട്ട് സ്തുതിച്ചു. ഇവ പൂജിക്കാൻ പറ്റില്ല. തന്റെ കൈകളിൽ മുഴുവൻ ശരങ്ങളാണ്. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 10-ാം ദിവസം വീണതാ. 58 ദിവസങ്ങളായിട്ട് ഈ ശരശയ്യയിൽ കിടക്കുക. താൻ കൈ അനക്കാൻ പറ്റില്ല. എന്നിട്ട് വേണ്ടേ തൊഴാൻ പോലും. ഹൃദിസ്ഥം പൂജയാമാസ, മനസ്സുകൊണ്ട് അങ്ങോട്ട് പൂജിച്ചു. മാനസ പൂജ. എന്നിട്ട് പഞ്ചപാണ്ഡവന്മാരോട് പറഞ്ഞു, നിങ്ങള് എത്രയെത്ര ദുരിതങ്ങളാ അനുഭവിച്ചത്. ധർമ്മത്തിൽ നിന്ന് അണുപോലും വ്യതിചലിക്കാത്ത ധർമ്മപുത്രൻ, 10,000 ആനകളുടെ ബലമുള്ള ഭീമസേനൻ, ത്രൈലോക്യവീരനായ അർജുനൻ, മിടുമിടുക്കന്മാരായ നകുല സഹദേവന്മാര്, സർവോപരി സർവശക്തനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ. എന്നിട്ടും നിങ്ങൾക്ക് സുഖം എന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു, നിങ്ങൾക്ക് അധികാരം കിട്ടി, സിംഹാസനം കിട്ടി. എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് സുഖാണോ? ആണോ? അല്ലല്ലോ. എന്താ കാരണം എന്നറിയോ? സർവം കാലകൃതം മന്യേ. അതാ കാലപുരുഷന്റെ ലീല. ആരായി കാലപുരുഷൻ? ദാ നിങ്ങളുടെ മുമ്പിൽ കള്ളച്ചിരിയുമായിട്ടിരിക്കണു. അദ്യോ നാരായണപ്പുമാൻ. നിങ്ങളുടെ മുൻപില് മയിൽപീലി ചൂടി, പീതാംബരം ധരിച്ച്, വനമാല ചൂടി, കള്ളപ്പുഞ്ചിരിയുമായിട്ടിരിക്കുന്ന ഈ കൃഷ്ണൻ. നിങ്ങൾ എന്താ വിചാരിച്ചേ ഇയാളെ പറ്റി? എം മന്യസേ മാതുലേയം. നമ്മുടെ അമ്മാമന്റെ മകൻ, വാസുദേവരുടെ മകൻ അല്ലേ? അല്ലാട്ടോ, അങ്ങനെ തെറ്റിദ്ധാരണ എനിക്ക് വേണ്ട. എൻ മന്യസേ മാതുലേയം. പ്രിയം അല്ല, മിത്രം അല്ല, സുഹൃത്ത് അല്ല, അകരോ സച്ചിവും മന്ത്രി അല്ല, ദൂതം. പാതിരാജ്യമതെങ്കിലും നൃപ പാണ്ഡവർക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞ് മെസ്സഞ്ചറായിട്ട് അയച്ചില്ലേ? അല്ല. സൗഹൃദാദ സാരഥിം. മണ്ടനായ അർജുന, നിന്റെ സാരഥിയായില്ലേ ഈ ത്രൈലോക്യനാഥൻ. ഇത്രയൊക്കെ അടുത്ത് പെരുമാറിയിട്ടും തോളത്ത് കൈയിട്ട് നടന്നിട്ടും ആ സച്ചിദാനന്ദ സ്വരൂപിയെ നീ മനസ്സിലാക്കിയോ? ഓ, ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തിന്റെ തുടക്കം ഒരു ശ്ലോകമുണ്ട്, ഓർമ്മയുണ്ടോ? സച്ചിദാനന്ദ രൂപായ വിശ്വൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഇതാണ്
അദ്യോ നാരായണ പുമാൻ ഗൂഢശ്ചരതി വൃഷ്ണിഷു. ലോകത്തിനെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന ഒരു കളിക്കോപ്പ് പോലെ കയ്യിൽ കൊണ്ട് നടക്കുന്ന ആ ഭഗവാനെ നിങ്ങൾ മനസ്സിലാക്കിയില്ലല്ലോ. ത്രൈലോക്യനാഥനാണ്. ഇപ്പോ ഈ ഭഗവാൻ നിങ്ങളെയും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നത് എന്തിനാ? യുധിഷ്ഠിര, നിന്റെ ചോദ്യങ്ങൾക്ക് എന്നെ കൊണ്ട് മറുപടി പറയിപ്പിക്കാനൊന്നുമല്ല. നിനക്ക് അങ്ങനെ ഒരു മണ്ടത്തരം ചിന്തയുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചോളൂ. എന്നെ കൊണ്ട് നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയിപ്പിക്കാനല്ല. പിന്നെ എന്തിനാ വന്നത്? എന്നെ അനുഗ്രഹിക്കാനാ. ഭൃത്യാനുകമ്പിതം. ഈ ഭൃത്യനായിരിക്കുന്ന ഏകാന്ത ഭക്തനായിരിക്കുന്ന നിരന്തരം വിശ്വം വിഷ്ണു വഷൾക്കാരോ എന്ന് സഹസ്രനാമം ചൊല്ലി സ്തുതിച്ചിരുന്ന ഏകാന്ത ഭക്തനായിരിക്കുന്ന എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാ ആ ഭഗവാൻ ഇവിടെ നിങ്ങളെ വിളിച്ചോണ്ട് വന്നത്. അതുകൊണ്ട് ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തൃപ്പാദങ്ങളിൽ ഭക്ത അവശ്യമനോ യസ്മിൻ വാചായെന്നാമകീർത്തയൻ. ഭഗവാനെ കണ്ടുകൊണ്ട് ഭഗവാനെ തന്നെ സ്തുതിച്ചുകൊണ്ട് ത്യജം കളേബരം യോഗി, ഈ ശരീരത്തിനെ ഉപേക്ഷിക്കുന്നവൻ, മുച്യതേ കാമകർമ്മഭി, സകല കർമ്മങ്ങളിൽ നിന്നും കാമങ്ങളിൽ നിന്നും സംസാരത്തിൽ നിന്ന് അവൻ മോചിതനാവുന്നു. യാതൊരുത്തൻ ഭഗവാന്റെ നാമങ്ങളെ ജപിച്ചുകൊണ്ട് ഈ ശരീരം ഉപേക്ഷിക്കുന്നുവോ അവന് പിന്നെ ഈ സംസാരത്തിലേക്ക് വരണില്ല. പുനരാവർത്തി രഹിതമായിരിക്കുന്ന വൈകുണ്ഠമാണ് കിട്ടുക. ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. ദ്വിതീയ സ്കന്ധത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ ഇപ്പൊ വായിച്ചു നിർത്തിയുള്ളൂ. ദ്വിതീയ സ്കന്ധത്തിലാണ് ആ വാക്ക് വന്നത്, ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. പക്ഷേ ഭീഷ്മർ ഇപ്പൊ പറഞ്ഞു അതാണ് വേണ്ടത്. ഈ ശരീരം ഉപേക്ഷിക്കുമ്പോ എന്താണോ വിചാരം അതായിട്ട് മാറും. പഞ്ചമസ്കന്ധത്തിൽ ഒരു രാജാവിന്റെ കഥ നമുക്ക് കാണാം. ഭരതൻ എന്ന പേര്. മാൻകുട്ടി 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 എന്ന് ജപിച്ച് ശരീരം ഉപേക്ഷിച്ചു. അയാള് മാൻകുട്ടിയായിട്ട് ജനിച്ചു. ദശമസ്കന്ധത്തിൽ 66-ാമത്തെ അധ്യായത്തില് മറ്റൊരു രാജാവിനെ കാണാം. തനി മണ്ടൻ എന്നാണ് എല്ലാവരും പറഞ്ഞ്. ആരാ? പൗണ്ഡ്രക വാസുദേവൻ. ചെറുപ്പത്തിൽ അയാൾ പറഞ്ഞു എന്ത്? കൃഷ്ണോഹം 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 കൃഷ്ണോഹം, ഞാനാ ഒറിജിനൽ കൃഷ്ണൻ. ഏറ്റവും അവസാനം എന്തുണ്ടായി? കൃഷ്ണനിലേക്ക് അങ്ങോട്ട് ലയിച്ചു. ഭാഗവതം പറയാ, നിങ്ങൾക്ക് ഭരതൻ എന്ന ആ രാജാവിന്റെ പോലെയാവണോ അതോ ഭീഷ്മരെ പോലെ പൗണ്ഡ്രക വാസുദേവരെ പോലെ ഭഗവാനെ ധ്യാനിച്ച് ഭഗവാനിലെത്തണോ? ചോയ്സസ് യുവേഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാം. ഈ സംസാരത്തിൽ കിടന്ന് ചളിയിൽ കിടക്കുന്ന അട്ടയെ പോലെ, മലത്തിൽ കിടക്കുന്ന കൃമിയെ പോലെ ഇതൊരു സുഖാണേ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആയിക്കോളൂ. അല്ലെങ്കിൽ ആ ഭഗവാനെ സ്തുതിക്കുക. ഭഗവാൻ കണ്ണോണ്ട് കാണിച്ചു ധർമ്മപുത്രനോട്, ദാ ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ ബാക്കി. അത് കഴിഞ്ഞാൽ ഭീഷ്മ പിതാമഹൻ എന്ന മുത്തച്ഛൻ എന്നിലേക്ക് എത്തും. ആ ജീവാത്മാവിനെ ഞാൻ സ്വാംശീകരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു രാജധർമാൻ, മോക്ഷധർമാൻ, ശ്രീധർമാൻ. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കൊക്കെ ഭീഷ്മ പിതാമഹൻ മറുപടി പറഞ്ഞു. ധർമ്മപുത്രന്റെ സംശയമൊക്കെ തീർത്തു. പിന്നെ തൻ്റെ ദൃഷ്ടിയും സകല ഇന്ദ്രിയങ്ങളും ഭഗവാനെ നോക്കിക്കൊണ്ടാ. ഗംഭീരമായിട്ടുള്ള 2-ാമത്തെ സ്തുതി, ഭാഗവതത്തിലെ 2-ാമത്തെ സ്തുതിയാണ് ഭീഷ്മസ്തുതി. ഇന്നും ഭാഗവത ആചാര്യന്മാരുടെ ഇടയ്ക്ക്, ഭാഗവത പ്രേമികളുടെ ഇടയ്ക്ക് ഇന്നും തർക്കമാണ്. 8-ാമത്തെ അധ്യായത്തിൽ കണ്ട മുത്തശ്ശിയമ്മയുടെ സ്തുതിയാണോ കേമം, 9-ാമത്തെ അധ്യായത്തിലെ മുത്തച്ഛന്റെ സ്തുതിയാണോ കേമം? ഒന്നിനൊന്ന് മെച്ചം. നമുക്ക് ഇടത്തെ കണ്ണനെയാണോ ഇഷ്ടം, വലത്തെ കണ്ണനാണോ ഇഷ്ടം? അതുപോലെ ഇരിക്കും കുന്തിസ്തുതിയും ഭീഷ്മസ്തുതിയും. ഭഗവാനെ മുമ്പിൽ കണ്ടുകൊണ്ട് പറഞ്ഞു, വിതൃഷ്ണ വിതൃഷ്ണ, എനിക്കിനി മോഹങ്ങളൊന്നുമില്ല എന്ന്. ഇത് ചോറ്റാനിക്കരമ്മയുടെ മുമ്പിൽ ചെന്നിട്ട് നമുക്ക് പറയാൻ പറ്റണം. ഗുരുവായൂരപ്പനോട് പറയാൻ പറ്റണം. പലചരക്ക് കടയിൽ പോണേക്കാ വലിയ ലിസ്റ്റുമായിട്ട് ചെന്നാ പോരാ അമ്മയുടെ മുമ്പിലേക്ക്. ആ ഇത് ചുരുട്ടിക്കൂട്ടി ഡസ്റ്റ്ബിന്നിലിടുക. അമ്മ എന്താ വേണ്ടത്? നിനക്ക് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. പ്രഹ്ലാദൻ പറഞ്ഞതുപോലെ മാം പ്രലോഭയ, എന്നെ പ്രലോഭിക്കരുത്. വദമേ തവദാസ്യയോഗം, തവദാസ്യയോഗം. ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും. അമ്മയോട് അത് മാത്രം പറയാ, വേറെ ഒന്നും എനിക്ക് വേണ്ട.
ഭീഷ്മ പിതാമഹൻ ഭഗവാനോട് പറഞ്ഞതാണ് വിതൃഷ്ണ, എനിക്ക് മോഹങ്ങളില്ല. ഇത് ഭഗവാനോട് പറയാൻ പറ്റുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. ഞാൻ സർവസ്വവും അങ്ങയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നു, എനിക്കിനി മോഹങ്ങളില്ല. ഒരേ ഒരു മോഹമുണ്ടായിരുന്നു. എന്തായിരുന്നു ആ മോഹം? ഭഗവാൻ ശ്രീകൃഷ്ണൻ എൻ്റെ മുമ്പിൽ സന്നിധാനം ചെയ്യണം. ഈ ശരീരം ഞാൻ ഉപേക്ഷിക്കുന്ന സമയത്ത് ഭഗവാനെ കണ്ടുകൊണ്ട്, ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് ഈ ശരീരം ഉപേക്ഷിക്കണം എന്നെനിക്ക് മോഹം ഉണ്ടായിരുന്നു. ആ അവസാനത്തെ മോഹവും അവിടുത്തെ കാരുണ്യം കൊണ്ട്, ഭക്തവാത്സല്യം കൊണ്ട് സാധ്യമായി ഭഗവാനെ. എനിക്ക് ഒരു മോഹമില്ല. നമ്മള് ചോറ്റാനിക്കരമ്മയ്ക്ക് വന്ന് തൊഴണെന്തിനാ? ചോറ്റാനിക്കരമ്മയ്ക്ക് വഴിപാട് ചെയ്യണെന്തിനാ? നമ്മുടെ കാര്യങ്ങൾ നടക്കാനാ. അത് ഉത്തമ ഭക്തിയല്ല എന്നാണ് ഭാഗവതം പറയുക. ഭക്തന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്താണെന്നറിയോ? അത് മരങ്ങാട് പറഞ്ഞു തരും. 7ാമത്തെ ദിവസം ഉദ്ധവന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശം കൊടുക്കുമ്പോ ഭക്തിയോഗം പറയുമ്പോ 5 ഗുണങ്ങൾ പറയും ഒരു ഭക്തന്റെ. നിരപേക്ഷം, മുനിം, ശാന്തം, നിർവൈരം, സമദർശനം. അതിൽ ഒന്നാമത്തെ എന്താണെന്നറിയോ? നിരപേക്ഷം, വിത്തൗട്ട് എനി റിക്വസ്റ്റ്. ചോറ്റാനിക്കരമ്മയോട്, ഗുരുവായൂരപ്പനോട്, പൂർണ്ണത്രേശനോട് ഒന്നും ചോദിക്കാതിരിക്കുന്നതാണ് ഭക്തി. അതുകൊണ്ടാണ് പ്രഥമസ്കന്ധത്തിൽ ആദ്യം തന്നെ പറഞ്ഞത് അഹൈതുകി. ഭഗവാനോട്, ഭഗവതിയോട് ഒന്നും ചോദിക്കാത്ത ഭക്തി. എന്താ വേണ്ടത്? ഒന്നും വേണ്ട. എനിക്കു വേണ്ടതെന്തെന്ന് അവിടുത്തേക്ക് അറിയാം പ്രഭോ. ഇല്ലേ? മക്കൾക്ക് എന്താ വേണ്ടെന്നുള്ളത് അമ്മയ്ക്കറിയാം. അപ്പൊ അമ്മയോട് പ്രത്യേകിച്ചൊന്നും ചോദിക്കേണ്ട. നിരപേക്ഷം. ഭാഗവതം മുഴുവൻ ഇതാ പറയണത്. യോഗസിദ്ധീര പുനർഭവസമഞ്ജസ ത്വാവിരഹയ്യകാംക്ഷേ. വൃത്രാസുരൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, അങ്ങയുടെ പാദഭക്തി അല്ലാണ്ട് ഒന്നും വേണ്ട, ഒന്നും വേണ്ട എന്ന്. ഇത് ചോറ്റാനിക്കരമ്മയോട് പറയണം. ഭക്തിയെ തന്നാലും അതല്ലാണ്ട് ഒന്നും എനിക്ക് തരണ്ട. ഇത് പറയാറാവണം. ഭീഷ്മര് പറഞ്ഞു, ഭഗവാനെ ആ യുദ്ധക്കളത്തിൽ വെച്ച് പാർത്ഥസാരഥിയായിട്ട് 10 ദിവസം നമ്മൾ മുഖാമുഖം കണ്ടു. ആ രൂപമാണ് എൻ്റെ ഉള്ളിലുള്ളത്. ത്രിഭുവനകമനം തമാലവർണം രവികര ഗൗരവരംബരം ദധാനെ വപുരളകുലാവൃതാനനാബ്ജം വിജയസഖേരിതിരസ്തുമേന വദ്യ. നിരന്ന പീലികൾ നിരക്കവേ കുത്തി നിറൂകയിൽ കുട്ടി തിറമൊടുകെട്ടി കരിമുകിലൊത്ത ചികൂരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും കുനൂകുനച്ചിഹ്നം കുറു നിരതന്മേൽ നനു നനപ്പൊടിഞ്ഞൊരു പൊടി പറ്റി തിലകവുമൊട്ടു വിയർപ്പിനാൽ നനഞ്ഞുലകു സൃഷ്ടിച്ചു ഭരിച്ചു സംഹരിച്ചിളകുന്ന ചില്ലി യുഗളഭംഗിയും. ഇങ്ങനെ കുതിരക്കുളമ്പടിയിൽ നിന്ന് പൊങ്ങി വരുന്നതായ ആ പൊടിപടലങ്ങൾ വന്ന് വിയർപ്പ് മുറ്റിയിരിക്കുന്ന ഭഗവാന്റെ നെറ്റിത്തടത്തിൽ പറ്റി പിടിച്ചപ്പോ ഗിൽറ്റ് പിടിപ്പിച്ചതുപോലെ ഭഗവാന്റെ ആ രൂപം. വിയർപ്പ് കൊണ്ട് കുതിരയെ ഓടിക്കുന്ന ക്ഷീണം കൊണ്ട് വിയർപ്പ് കുളിച്ചിരിക്കണോ ഭഗവാന്റെ മുഖം. അവിടെ കുതിരക്കുളമ്പടിയിൽ നിന്ന് പൊങ്ങിയതായിട്ടുള്ള ആ പൊടിപടലങ്ങൾ പറ്റി പിടിച്ചപ്പോ ഗിൽറ്റ് പിടിപ്പിച്ചതുപോലെ. എന്തൊരു ഭംഗിയാ! ആ 10 ദിവസം ഭഗവാന്റെ നോട്ടം ആരുടെ നേരെയായിരുന്നു? എന്റെ നേരെയായിരുന്നു. 10ാമത്തെ ദിവസം ഞാൻ വീണു. 9ാമത്തെ ദിവസം അവിടുന്ന് ഓടിയും കൂടെ വന്നു. സ്വനിഗമമവഹായ മൽപ്രതിജ്ഞാമൃതമധികർത്തുമവപ്ലുതോ രഥസ്ഥ ധൃതചരണചരഭയച്ചലഗോ ഹരിവഹന്തുമിഭം ഗതോത്തരീയ. 9ാമത്തെ ദിവസം അങ്ങ് സുദർശനചക്രവും എടുത്തിട്ട് എന്റെ നേരെ ഒരു വരവുണ്ടായിട്ടുണ്ട്. എന്താ? മേഘങ്ങൾ മാരി ചൊരിയുന്നതുപോലെ മഴ പെയ്യുന്ന കാലത്തൊരു മഴയുണ്ടായില്ലേ? അതിലും ഭീകരമായിട്ടാണ് ഭീഷ്മരുടെ അസ്ത്രപരീക്ഷ ഉണ്ടായത്. അർജുനൻ നിസ്സഹായനായിട്ടിരിക്കുക. ഗാണ്ഡീവവും മറ്റു അസ്ത്രങ്ങളൊക്കെ കയ്യിൽ തെറിച്ചു പോവുക. സർവവിദ്യാപാരംഗതനായിരിക്കുന്ന, സർവാസ്ത്ര വിദ്യാപാരംഗതനായിരിക്കുന്ന ഭീഷ്മരുടെ മുൻപില് അർജുനൻ ഒരു LKG കുട്ടിയാ. പ്രായം കൊണ്ടോ തന്റെ പേരക്കുട്ടിയാ. താൻ പഠിപ്പിച്ചതേ അവന്റെ കയ്യിലുള്ളൂ. ആശാനറിയാം ശിഷ്യന്റെ കയ്യിൽ എത്രത്തോളം ഉണ്ടെന്ന്. എടുത്തിട്ട് വേണ്ടേ? നിവർത്തിയില്ല. തന്റെ സഖിയായിരിക്കുന്ന അർജുനൻ
നിസ്സഹായനായിട്ട് നിൽക്കണ കണ്ടപ്പോ ഭഗവാൻ സുദർശനചക്രം എടുത്ത് അങ്ങോട്ട് പാഞ്ഞു വന്നു. ക്ഷുരന്തമാം ചക്രമെടുത്തു ചുറ്റി തേർവിട്ടു ചാടിക്കടിഞ്ഞാണു വിട്ടും ചക്രായുധൻ രോഷകഷായിതാക്ഷൻ. സുദർശനചക്രം എടുത്ത് സുദർശനം ശൗരികരത്തിൽ മിന്നി. കേരളവ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ഭാഷാഭാരതത്തിൽ പറയും, കാൽ വെച്ചുടൻ ഭൂമി കുലുക്കിയൊക്കിൽ രഥാതവപ്ലുത്യ വിസൃജ്യവാഹാൻ. കടിഞ്ഞാണ് വിട്ടു, ചമ്മട്ടി വലിച്ചെറിഞ്ഞു, ഉത്തരീയം വലിച്ചെറിഞ്ഞു, എടുത്തൊരു ചാട്ടം തേരിൽ നിന്ന്. ഇവന്റെ കഥ ഞാൻ കഴിക്കുന്നു പറഞ്ഞ് ചെമ്പരത്തിപ്പൂ പോലെ ചുമന്ന് തൊടുത്ത കണ്ണുകളോട് കൂടിയിട്ട് സുദർശനചക്രവുമായിട്ട് ഭീഷ്മർക്ക് ഒരു കുലുക്കം ഉണ്ടായില്ല. തന്നെ കൊല്ലാൻ ലോകൈകനാഥനായിട്ടുള്ള ഭഗവാനാണ് വരണേന്ന് അസലായിട്ട് അറിയാം. ഗാന്ധീവമൊപ്പം കടുഘോഷമുള്ള വില്ലൊന്നുലച്ചാനൊരു കൂസലന്യെ അനന്തവിഖ്യാതി മുകുന്ദനോടങ്ങ മൂഢനാം ഭീഷ്മരുരച്ചതിപ്പോൾ. ഭീഷ്മരെന്താ ഭഗവാനോട് പറഞ്ഞെന്നറിയോ? വരൂ വരൂ ദേവജഗന്നിവാസ, തൊഴുന്നു ഞാൻ മാധവ ചക്രപാണേ. എന്നെ കൊല്ലുന്നു വിചാരിച്ചിട്ടില്ലേ പറയണത്? നീ കൊല്ലുകിൽ കൃഷ്ണ, എനിക്കു രണ്ടു ലോകത്തിലും നന്മ ലഭിക്കുമല്ലോ. അങ്ങയുടെ കൈകൊണ്ട് ചാവുക എന്ന് പറഞ്ഞാൽ അതല്ലേ മോക്ഷം അല്ലേ? പട്ടേരിപ്പാട് പറഞ്ഞില്ലേ പൂതനാമോക്ഷത്തില്, മദംഗസംഗസ്യ ഫലം ന ദൂരേ. എന്റെ ശരീരവുമായിട്ട് സ്പർശം വന്നാൽ സദ്യോമുക്തിയാണ്. അപ്പൊ കൃഷ്ണ അങ്ങയുടെ കൈകൊണ്ട് മരിക്കുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ട് വന്നോളൂ, അങ്ങ് ലോകൈകനാഥനാണ്, കാലചക്രമാണ്, സർവത്തിനെയും സംഹരിക്കുന്ന സംഹാരമൂർത്തിയാണ് അങ്ങെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയണു, വരൂ വരൂ ദേവ, എനിക്ക് ലവലേശം പേടിയില്ല, വരൂ. ഇതങ്ങോട്ട് കേട്ടപ്പോഴേക്കും ഭഗവാൻ പൊട്ടി അങ്ങോട്ട് ചിരിച്ചു, തന്റെ തേരിലേക്ക് തിരിച്ചങ്ങോട്ട് ഓടിപ്പോയി. ഇപ്പൊ ഭീഷ്മർ ചോദിക്കുക, ഭഗവാനെ എന്തിനായിരുന്നു ആ ഡ്രാമ? എന്നെ അങ്ങ് കൊല്ലില്ല എന്ന് അങ്ങേക്ക് അസലായിട്ട് അറിയാം. കാരണം എൻ്റെ അച്ഛൻ ശന്തനു മഹാരാജാവ് എനിക്ക് ഒരു വരം തന്നിട്ടുണ്ട്, സ്വച്ഛന്ത മൃത്യു. ഞാൻ വിചാരിക്കുമ്പോഴേ ഞാൻ മരിക്കുള്ളൂ, അങ്ങനെ ഞാൻ വിചാരിക്കുമ്പോഴേ ഞാൻ മരിക്കുള്ളൂ എന്ന് എനിക്കറിയാം. എന്നേക്കാൾ നന്നായിട്ട് അങ്ങേക്കറിയാം. അങ്ങ് എന്നെ കൊല്ലില്ല എന്നും എന്നേക്കാൾ നന്നായിട്ട് ലോകൈകനാഥനായ അങ്ങേക്കല്ലേ അറിയുക. പിന്നെ അങ്ങ് എന്തിനാ സുദർശനചക്രവുമായിട്ട് എൻ്റെ അടുത്ത് വന്നത്? അങ്ങെന്നെ കൊല്ലില്ല എന്ന് എനിക്കറിയാം, അങ്ങയ്ക്കും അറിയാം. പിന്നെന്തിനാ? സ്വനിഗമമപഹായ, എന്റെ പ്രതിജ്ഞ പാലിപ്പിക്കാൻ വേണ്ടി. സ്വനിഗമമപഹായ, സ്വന്തം പ്രതിജ്ഞ ലംഘിക്കപ്പെട്ടാലും ശരി, മൽപ്രതിജ്ഞാമൃതം അധികർത്തും, ഭക്തനായിരിക്കുന്ന എൻ്റെ ആ പ്രതിജ്ഞ സത്യമാക്കാൻ. കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പ് ഭഗവാൻ സത്യം ചെയ്തു, അയുധ്യമാന സംഗ്രാമേ ന്യസ്ത്രശസ്ത്രോഹമേ കഥ. യുദ്ധം ചെയ്യുന്ന സമയത്ത് ഞാൻ ആയുധമെടുക്കില്ല എന്ന് ഭഗവാൻ സത്യം ചെയ്തു. ആയുധമെടുക്കില്ല എന്ന് ഭഗവാൻ സത്യം ചെയ്തപ്പോ ഭീഷ്മര് പ്രതിജ്ഞ ചെയ്തു, ഭഗവാനെ കൊണ്ട് ഞാൻ ആയുധം എടുപ്പിച്ചോളാം. ഇപ്പൊ ഭീഷ്മര് പറയുക, ഭഗവാന് സത്യം ചെയ്തു ആയുധം എടുക്കില്ല എന്ന്, ഭീഷ്മർ പ്രതിജ്ഞ ചെയ്തു ആയുധം എടുപ്പിക്കുന്നു. അപ്പൊ രണ്ടുപേരുടെ പ്രതിജ്ഞ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണല്ലേ സത്യമാവാൻ പറ്റുള്ളൂ. ഭഗവാൻ ഭക്തവത്സലം തീരുമാനിച്ചു, സ്വന്തം ഭക്തം പഴിച്ചാലും നാട്ടുകാർ എന്നെയല്ലേ ചീത്ത പറയുള്ളൂ. ചീത്ത പറഞ്ഞോട്ടെ, എന്റെ ഭക്തനെ ചീത്ത പറയാൻ പാടില്ല. നമ്മെ ഭക്ത പ്രണശ്യതി. ഭഗവാനെ അവിടുത്തെ അപാരമായ ഭക്തവാത്സല്യം, അവിടുത്തെ അപാരമായ ഭക്തവാത്സല്യം കൊണ്ട് സ്വനിഗമമപഹായ മൽപ്രതിജ്ഞം. എന്തിനാ ഡ്രാമ കളിച്ചത്? ഭക്തന്റെ സത്യം പാലിക്കാൻ വേണ്ടിയിട്ട്. സ്വന്തം പ്രതിജ്ഞ പിഴച്ചാലും തെറ്റിയാലും ഭക്തന്റെ ആ പ്രതിജ്ഞ പിഴക്കരുത്. അഹം ഭക്തപരാധീന. നവമസ്കന്ധത്തിൽ കാണാൻ ദുർവാസാവിനോട് പറയരുത്, ഭക്തൻ തന്നോട് പാദരേണുവിലുരുണ്ടീടാൻ കൊതിക്കുന്നു ഞാൻ. ഉദ്ധവനോട് ഭഗവാൻ പറയും, അനുവ്രജാമ്യഹം നിത്യം പൂയേയത്യഘ്രിരേണുഭി. ക്ഷേത്രത്തില് ശിവേലി എഴുന്നള്ളിച്ച് പോകുന്ന സമയത്ത് അനേക സജ്ജനങ്ങൾ പുറകെ നാമം ജപിച്ചുകൊണ്ട് അമ്മേ നാരായണ എന്നോ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് പുറകെ നടക്കാറുണ്ട്. ഭഗവാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ധാരണ നിങ്ങൾ എൻ്റെ പുറകിൽ നടക്കുക എന്നല്ലേ? അല്ലാട്ടോ, ഞാൻ നിങ്ങളുടെ പുറകെയാ, നിങ്ങൾ എന്നെ കണ്ടില്ല,
എന്താ കാരണം? നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. നിങ്ങളെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ എന്നെ കാണാം. നമ്മൾ പറയാലോ ചത്ത് പോവേണ്ടതാണ്, ആരോ രക്ഷിച്ചു. ഈ ആരോ ആരാ? ARROW, ഇംഗ്ലീഷിലുള്ള ആരോ അല്ല. ദാ ആ അമ്മ. നമ്മൾ വീഴാൻ നേരത്ത് നമ്മളെ താങ്ങിയത് അമ്മ, അല്ലെങ്കിൽ ഗുരുവായൂർ അപ്പൻ. അപ്പനോ അമ്മയോ നമ്മളെ താങ്ങാനല്ലോ. അപ്പൻ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞാൽ രണ്ടും തന്നെ. അപ്പൊ അതാണ് ആ ഭക്തന്റെ ആ പ്രതിജ്ഞ സത്യമാക്കാനല്ലേ അവിടെ നിന്ന് വന്നത് ഭഗവാനെ. ആ രാജസൂയ യാഗവേദിയിൽ വെച്ച് രാജാധിരാജനായിട്ട് വിലസുന്ന സമയത്ത്, മന്മഥനായിട്ട് രാസക്രീഡാവസരത്തില് വിലസിയത്, ആ രൂപം എൻ്റെ മനസ്സിലുണ്ടാവണേ. ഇങ്ങനെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്, ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, ഭഗവാനെ കണ്ടുകൊണ്ട് അന്തശ്വാസമുപാരമത് ഭഗവാനിലേക്ക് അങ്ങോട്ട് ലയിച്ചു. ഇതാവണം നമ്മളാകുന്ന മനുഷ്യരുടെ ലാഭം. ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. അമ്മേ നാരായണ, ദേവി നാരായണ, അല്ലെങ്കിൽ ഹരേ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് ഈ ശരീരം ഉപേക്ഷിക്കാറാവണം. ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം സത്മഭൃത്യം ഭുവം ച സമസ്തം പരിത്യജ്യ ഹാ കഷ്ടമേകോ ഗമിഷ്യാമി ദുഃഖേന ദൂരം കിലാഹം. അങ്ങനെ ഒരു ഡേ നമുക്ക് വരും. ഏത്? DD, ഡേറ്റ് ഓഫ് ഡെത്ത്. ആ സമയത്ത് ലപന്നച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണോ മുരാരേ ഹരേ നാഥ നാരായണേതി യഥാനുസ്മരിഷ്യാമി ഭക്ത്യാ ഭവന്തം തഥാ മേ ദയാശീല ദേവപ്രസീദ എന്ന് ഗുരുവായൂരപ്പനോട് പറയുക. ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ആ ഭഗവാനെ നമുക്ക് സ്വാംശീകരിക്കാൻ, ഭഗവാനെ കാണാൻ. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് മരണസമയം അടുക്കും എന്ന് പറയുമ്പോൾ ബ്രാഹ്മണരാണെങ്കിൽ ചെവിയിലോത്ത് എന്ന വേദം ചൊല്ലും ചെവിയില്, അല്ലെങ്കിൽ സഹസ്രനാമം, അല്ലെങ്കിൽ നാരായണനാമം. ഇതൊക്കെ എന്താ? ആ കേട്ട് 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 ആ വൈഖരി, ഭഗവാന്റെ നാമസങ്കീർത്തനമാകുന്ന വൈഖരി കേട്ട് കേട്ട് ആ ജീവാത്മാവിന് ഈ പാഞ്ചഭൗതികമായ സ്ഥൂല ശരീരം ഉപേക്ഷിച്ച് ഭഗവാങ്കൽ വിലയം പ്രാപിക്കാറാവണം. അതിനു വേണ്ടിയിട്ടാണ് ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി എന്നുള്ളത് ദ്വിതീയ സ്കന്ധത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ പറയാൻ പോണേ ഉള്ളൂ. അത് ആദ്യമേ നമുക്ക് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തന്നു ഭീഷ്മര്. ആദ്യം പ്രാക്ടിക്കല്, പിന്നെ തിയറി. സാധാരണ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ആദ്യം തിയറി പിന്നെ പ്രാക്ടിക്കലുമാണ്. ഭാഗവതം അങ്ങനെയല്ല, ആദ്യം പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തന്നു. ഇപ്പൊ എന്താ സംഭവിച്ചെന്നറിയോ? ഇതാണ് ദ്വിതീയ സ്കന്ധത്തിൽ പറയണു, ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. ഇങ്ങനെ സഹസ്രനാമം ജപിച്ചുകൊണ്ട്, ഭഗവാനെ കണ്ടുകൊണ്ട്, ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭീഷ്മരെ പോലെ നമുക്ക് ഈ ശരീരം വെടിയാറാവണം. അതിന് ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി വേണമെങ്കിൽ സദാസേവ്യ സദാസേവ്യ ശ്രീമദ് ഭാഗവതീ കഥ എപ്പോഴും ജപിക്കണം. നമ്മൾ അന്തേ എന്നുള്ളൊരു വാക്കുമ്പോ കയറി പിടിക്കുക. ഒടുക്കം പോരെ, ചാവാറാവുമ്പോ പോരെ, മതി. ഈ ചാവണത് എപ്പോഴാന്ന് ആർക്കെങ്കിലും അറിയോ? അന്തകാലം എന്തകാലം എന്ന് ആർക്ക് തിരിയും? അതാ പ്രശ്നം. അടുത്ത ശ്വാസം എടുക്കുന്നതിന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തവനാ ബാക്കി എല്ലാ സാധനത്തിനും ഗ്യാരണ്ടി ചോദിക്കണേ, അല്ലേ? അപ്പൊ അതുകൊണ്ട് നീന്തൽ അറിയാത്ത ഒരുത്തിനെ വെള്ളത്തിലേക്ക് എടുത്തിട്ടാലോ ഉറപ്പാ മുങ്ങിപ്പോവും. സൈക്കിൾ ഓടിക്കാൻ അറിയാത്തവനെ ബൈക്ക് അങ്ങ് കയറ്റി വിട്ടാലോ അവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. അപ്പൊ സൈക്കിൾ ഓടിക്കണമെങ്കിൽ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് മേക്സ് പെർഫെക്ഷൻ. പരിശീലനം പരിപൂർണതയിലേക്ക് എത്തിക്കും. അപ്പൊ ജന്മലാഭ പരപുംസാം അന്തേ, അവസാന കാലത്ത് നാമസങ്കീർത്തനം വേണമെങ്കിൽ സദാസേവ്യ സദാസേവ്യ, ഏത് സമയത്തും നാമം ജപിക്കണം. നാമം ജപിക്കാൻ ഇന്ന സമയമൊന്നുമില്ല. ബസ്സിലിരിക്കുമ്പോഴും ഓഫീസിലിരിക്കുമ്പോഴും ഉറങ്ങുന്ന സമയത്ത് പറ്റുമെങ്കിൽ അപ്പോഴും നമുക്ക് ജപിക്കാം. അങ്ങനെ ഭീഷ്മരുടെ മുക്തി കാണിച്ചു തന്നു. എന്തിനാ ഭീഷ്മരുടെ മുക്തി കാണിച്ചു തന്നറിയോ? ഇതേപോലെയാവണം നാവു കുഴയാത നാമം ജപിക്കുവാൻ. അന്ധകാലമടുത്തിടുന്നേരം അന്ധകദൂതരടുത്തിടാതെ സന്താപനാശിനിയാകും ഭഗവതി, എന്നെ തുണയ്ക്കണം എന്നർത്ഥം. അതുകൊണ്ട് ചോറ്റാനിക്കരമ്മ
ആ സമയത്ത് അന്തകദൂരം അടുക്കാതെ ആ അമ്മ മാറോട് കുഞ്ഞിനോട് ചേർക്കുന്നത് പോലെ നമ്മളെ മാറോട് ചേർക്കണം. അതിനു വേണ്ടിയിട്ടാ ഭീഷ്മരുടെ കഥ പറഞ്ഞു തന്നത്. അങ്ങനെ ഭഗവാൻ എല്ലാവരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് ദ്വാരകാപുരിയിലേക്ക് തിരിച്ചുപോയി. 4ാമത് തേരിൽ കയറിയപ്പോ ഭഗവാന്റെ ഇച്ഛ കൊണ്ട് പിന്നെ ആരും തടസ്സപ്പെടുത്താനുണ്ടായില്ല. അപ്പോഴാണ് ശൗനകാദി മഹർഷിമാര് ചോദിച്ചത്, അങ്ങ് പറയുണ്ടായില്ലോ ഗംഗാതീരത്ത് പ്രായോപവേശം ചെയ്തിരിക്കുന്ന പരീക്ഷിത്തെന്ന രാജർഷിക്ക് 7 ദിവസം കൊണ്ട് വേദവ്യാസപുത്രനായ ശ്രീശുക ബ്രഹ്മർഷി എന്ന അവധൂതൻ വർണ്ണിച്ചു കേൾപ്പിച്ചതാണ് ഭാഗവതെന്ന്. ഞങ്ങൾ കേട്ടത് അങ്ങനെയല്ല. അശ്വത്ഥാമാവിന്റെ ബ്രഹ്മശിരസ് എന്ന അസ്ത്രത്തില് കരിഞ്ഞ് കരിക്കട്ടയായി എന്നാ. ഈ മരിച്ചുപോയ ആള് എങ്ങനെയാ ഈ ഭാഗവതം കേട്ടെ? ഹേ ശൗനകാദികളെ, ആ ഭഗവാന്റെ അപാരമായ ഭക്തവാത്സല്യം കൊണ്ട് ആ ശിശു മരിച്ചില്ല. മാതുരുതരേ മൃത, മരിച്ചില്ല. സ്വമായയ വൃണോൽ ഗർഭം. നാരായണ കവചാണ്. പിന്നെ ആരെങ്കിലും കാലപാശം പോലും ബന്ധിക്കോ? ഉണ്ടാവില്ല. മംഗളമായ മുഹൂർത്തത്തിൽ പരീക്ഷിത്ത് എന്ന രാജർഷി, അതിസുന്ദരനായ ശ്രേഷ്ഠനായ ഒരു പുരുഷൻ ജനിച്ചു. ആ ഉണ്ണിയെ കൊണ്ട് ആ ഉണ്ണിയുടെ ജാതകം ഗണിപ്പിച്ചു. അതിശ്രേഷ്ഠമായ ജാതകം. അർജുനനെ മുത്തച്ഛനായ അർജുനെ പോലെ വില്ലാളി വീരനായിരിക്കും. പ്രസാദെ ഗിരിശോപമ, മഹാദേവനെ പോലെ ക്ഷിപ്രപ്രസാദിയായിരിക്കും. ഭൂമിതിയെ പോലെ ക്ഷമമുള്ളവനായിരിക്കും. സമുദ്രത്തിനെ പോലെ കീഴടക്കാൻ ബുദ്ധിമുട്ടുള്ളവനായിരിക്കും. സിംഹത്തിനെ പോലെ പരാക്രമിയായിരിക്കും. നല്ല നല്ല ഗുണങ്ങളൊക്കെ പറഞ്ഞു. അവസാനം പറഞ്ഞു, ഒരു ബ്രാഹ്മണ ശാപം കൊണ്ട് സർപ്പരാജാവായിരിക്കുന്ന തക്ഷകന്റെ ദംശനമേറ്റ് വിഷ്ണുപദത്തിലെത്തും. വിഷ്ണുപദത്തിലെത്തുന്നതിന് മുൻപ് വിഷ്ണുവിന്റെ കഥകൾ ഇരുന്ന് കേൾക്കും. അപ്പോ ധർമ്മപുത്രന് എന്താണ് ഒരു സംശയം ഉണ്ടായില്ല. ആ ഉണ്ണിക്ക് എന്താ പേരിടേണ്ടത്? വിഷ്ണുരാതൻ. വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവൻ, വിഷ്ണുവിനാൽ നൽകപ്പെട്ടവൻ, വിഷ്ണുരാതൻ. പക്ഷെ പേര് പരീക്ഷിത്ത് എന്നാണ് പ്രശസ്തമായത്. എന്താ കാരണം? പരിതൈക്ഷതി, ചുറ്റും നോക്കുക. ഗർഭപാത്രത്തിൽ വെച്ച് മേഘസുന്ദരനായ ഒരു ദിവ്യപുരുഷനെ താൻ കണ്ടു. ശംഖചക്രഗദാപത്മങ്ങളോടുകൂടി തന്നെ രക്ഷിക്കാനായിട്ട് ബ്രഹ്മശിരസ് എന്ന അസ്ത്രത്തിന്റെ ശക്തിയെ നിർവീര്യമാക്കുന്ന ഒരു മഹാപുരുഷൻ. അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഭൂജാതനായപ്പോ എവിടെ ഈശ്വരൻ, എവിടെ ഈശ്വരൻ, എവിടെയാ പുരുഷൻ, എവിടെയാ പുരുഷൻ, ഇങ്ങനെ ചുറ്റും നോക്കും. കുട്ടികളെ കാണാനായിട്ട് പല ആൾക്കാരും വരും. ഈ കാണുന്ന ആൾക്കാരിൽ മുഴുവൻ പരീക്ഷിച്ചു നോക്കും. ഗർഭത്തിൽ വച്ച് കണ്ട ദിവ്യപുരുഷൻ ഭഗവാൻ ഇതാണോ, 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 ഇതാണോ? അങ്ങനെ ചുറ്റും നോക്കുന്നവൻ എന്ന അർത്ഥത്തില് പരീക്ഷിത്ത് എന്ന പേര് വന്നു. അങ്ങനെയുള്ള ആ പരീക്ഷിത്ത് ഒരിക്കൽ ദിഗ്വിജയത്തിനായിട്ട് പുറപ്പെട്ടു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടുന്ന് തിരോധാനം ചെയ്തു, പാണ്ഡവവംശം ആ യാദവവംശം മുടിഞ്ഞു എന്നുള്ള കഥ അർജുനനിൽ നിന്ന് മനസ്സിലാക്കി. ഇളയച്ഛനായ വിതുരമഹാശയൻ പറയാതിരുന്ന രഹസ്യം അർജുനന്റെ മുഖത്ത് നിന്ന് കേട്ടു ധർമ്മപുത്രൻ. വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ എന്ന്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ത്രൈലോക്യസുന്ദരമായിരിക്കുന്ന ഈ വേഷം അഴിച്ചുവെച്ചു, ഇവിടെ നിന്ന് തിരോധാനം ചെയ്തു, യാദവവംശം മുടിഞ്ഞു. ഇതങ്ങോട്ട് കേട്ടപ്പോ പരീക്ഷത്തിനെ യുവരാജാവാക്കി മാറ്റി, മധുരയില് വജ്രനെ രാജാവാക്കി. പാണ്ഡവന്മാര് സന്യാസം, വാനപ്രസ്ഥം നടത്തി. അതിനുശേഷം പരീക്ഷത്തിന്റെ ദിഗ്വിജയമാണ്. ആ ദിഗ്വിജയത്തിന് പോയ പരീക്ഷത്ത് കാളയുടെ രൂപത്തിൽ നിൽക്കുന്ന ധർമ്മദേവനെയും പശുവിന്റെ രൂപത്തിൽ നിൽക്കുന്ന ആ ഭൂമിദേവിയെയും കണ്ടു. അവരുടെ സംവാദത്തിൽ നിന്ന് മനസ്സിലായി, ഭൂമിയിൽ ഒരുപാട് 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 അധർമ്മങ്ങൾ നടക്കണു. ആർക്കും എന്തും എവിടെയും എപ്പോഴും പറയാം, പ്രവർത്തിക്കാം. ഒരു സദാചാരവും ഇല്ല. എല്ലാ മാതാപിതാക്കള് സന്താനങ്ങളെ വിൽക്കണു, ഭർത്താക്കന്മാര് ഭാര്യമാരെ ഉപേക്ഷിക്കണു, മാതാപിതാക്കള് സന്താനങ്ങളെ ഉപേക്ഷിക്കണു, മനുഷ്യര് ആഹാരം വിൽക്കണു, ബ്രാഹ്മണര് വേദങ്ങളെ വിൽക്കണു, ഭരണാധികാരികൾ വേണ്ട രീതിയിൽ രാജാക്കന്മാര് ഭരിക്കണില്ല. ഇതിനൊക്കെ കാരണം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തിരോധാനമാണ്.
ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടുന്ന് തിരോധാനം ചെയ്തു കഴിഞ്ഞപ്പോ അധർമ്മപ്രകൃതിയായിരിക്കുന്ന കലി പ്രവേശിച്ചു. അപ്പോഴാണ് ഈ ധർമ്മത്തിനെയും പശുവിനെയും നിഗ്രഹിക്കുന്നതായ ആ കലിയെ കണ്ടെത്തിയത്. രാജാവിന്റെ വേഷത്തിൽ കൊല്ലാനായിട്ട് ചെന്നു പരീക്ഷിത്ത്. പക്ഷേ സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിച്ചു. കാൽക്കൽ വീഴുന്നവനെ കൊല്ലുന്നത് ധർമ്മമല്ലാത്തത് കൊണ്ട് പരീക്ഷിത്ത് കൊന്നില്ല. 4 സ്ഥലങ്ങളില് ദ്യൂതം, പാനം, സ്ത്രീയ, സൂന, മദ്യപാനം, അതുപോലെ ചൂതുകളി, പിന്നെ വേശ്യാസ്ത്രീകൾ, പിന്നെ വധം, 5ാമതായിട്ട് സമ്പത്ത്. ഈ 5 സ്ഥാനങ്ങളിലേക്ക് ഒതുക്കി ഇരുത്തി. ഇത് 5ഉം കലിയുടെ ഇരിപ്പിടങ്ങളാണ് എന്നാ പറയാം. പക്ഷേ പരീക്ഷിത്ത് കീഴടക്കിയ കലി പരീക്ഷത്തിനെ കീഴടക്കി എന്നാ പിന്നീട് പറഞ്ഞത്. രാജാക്കന്മാർക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത കാര്യമാണ് നായാട്ട്. 70 വ്യസനങ്ങളുണ്ട്, 7 ദുഃഖങ്ങളുണ്ട്. രാജാക്കന്മാർക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതിൽപ്പെട്ട ഒരെണ്ണാണ് നായാട്ട്, ഹിംസ. ആ നായാട്ടിന് പോയ നേരത്ത് ക്ഷീണിച്ച് അവശനായി, ജലാശയം കണ്ടില്ല. ഒരു മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു. നിർവികൽപ്പ സമാധിയിലിരിക്കുന്ന മഹർഷിയോട് ചെന്ന് ചോദിച്ചു. പാവം മഹർഷി അറിഞ്ഞില്ല, ധ്യാനത്തിലായിരുന്നു. തന്നെ അപമാനിച്ചു എന്ന് തോന്നി. പെട്ടെന്ന് കലി കയറി. ദേഷ്യം വന്നു എന്ന് നമ്മൾ പറഞ്ഞോളൂ. കലി കയറി എന്ന് പറയരുത്. കലി കയറി എന്ന് പറഞ്ഞാൽ നമ്മൾ അധർമ്മിയായി എന്നുള്ള അർത്ഥമാണ്. പെട്ടെന്ന് കലി കയറി. അവിടെ ചത്ത പാമ്പ് കിടക്കണ്ടായിരുന്നു. ആ പാമ്പിന്റെ ജഡം തന്റെ വില്ലിന്റെ അറ്റം കൊണ്ടെടുത്ത് ആ ശമീകൻ എന്ന മഹർഷിയുടെ കഴുത്തിൽ ചാർത്തി. അവിടുന്ന് യാത്രാപം ചെയ്തു. കൊട്ടാരത്തിൽ ചെന്ന് ക്ഷീണമകറ്റി പാലും പഴവൊക്കെ കഴിച്ച് പട്ടുമെത്തയിൽ കിടന്ന് ഉറങ്ങി എണീറ്റപ്പോഴാണ് ബോധം വന്നത്. അയ്യോ, സർവസംഗപരിത്യാഗിയായ നിർവികൽപ്പ സമാധിയിലിരുന്ന ആ മുനീശ്വരനെ ഞാൻ അപമാനിച്ചുല്ലോ. ഇനി എന്ത് ശാപമാണ് എനിക്ക് കിട്ടാൻ പോണത് എന്ന്. അപ്പോഴാണ് ആ മഹർഷിയുടെ പുത്രൻ, ശമീ മഹർഷിയുടെ പുത്രൻ ശൃംഗി മനസ്സിലാക്കി തന്റെ അച്ഛന്റെ കഴുത്തിൽ ഒരു പാമ്പിനെ, ചത്ത പാമ്പിനെ ആരോ ഇട്ടിരിക്കണു. കൗശികി നദിയിലെ വെള്ളമെടുത്ത് വജ്രസൂചി പോലെ ഭീകരമായ ആ വാക്കുകൾ പറഞ്ഞു. ഇത് ലംഘിത മര്യാദം. ഈ മര്യാദാലംഘനം നടത്തിയവൻ ഇന്നേക്ക് 7ാം ദിവസം സർപ്പരാജാവായ തക്ഷകൻ അവനെ ദംശിക്കട്ടെ. പലരും തെറ്റായിട്ട് പറയാറുണ്ട് 7ാമത്തെ ദിവസം തക്ഷകൻ കഴിച്ച മരിക്കട്ടെ 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 എന്ന്. ഭാഗവതത്തിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. ദംശവിധിസ്മ കുലാങ്കാരം എന്നാ. സർപ്പദംശനം ഉണ്ടാവട്ടെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്താ കാരണം? 7ാമത്തെ ദിവസം പരീക്ഷത്തിനോട് ശ്രീശുഖ ബ്രഹ്മർഷി പറയും, തൊന്തുരാജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി. നമ്മളാകുന്ന ആരും മരിക്കണില്ല മരിക്കണില്ല മരിക്കണില്ല. പരീക്ഷത്തുക്കളായ നമ്മൾ മരിക്കണില്ല. കാരണം നമ്മൾ ജനിച്ചിട്ടില്ല. ഈ ശരീരമാണ് ജനിക്കുന്നതും ശരീരമാണ് മരിക്കുന്നതും. ഈ ശരീരമല്ല നമ്മൾ. അതുകൊണ്ട് 7ാം ദിവസം തക്ഷകൻ കടിച്ച് മരിക്കട്ടെ എന്നല്ല പറഞ്ഞത്, തക്ഷകൻ ദംശിക്കട്ടെ എന്നേ പറഞ്ഞുള്ളൂ. ദംശിതിസ്വ കുലാങ്കാരം എന്ന. കാരണം 7ാം ദിവസം നമ്മളെ മനസ്സിലാവും നമ്മൾ ആരും മരിക്കണില്ല. എനിക്ക് മരണമില്ല എന്ന് മഹാകവി വയലാർ എഴുതിയതുപോലെ നമുക്ക് ആർക്കും മരണമില്ല. അമൃതസ്യ പുത്ര, മരണമില്ലാത്തവരെ എന്നാണ് ഉപനിഷത്തുക്കൾ നമ്മളെ വിളിക്കുക. ഈ ശാപം കിട്ടി 7ാം ദിവസം തക്ഷകൻ ദംശിക്കുമെന്ന് അറിഞ്ഞപ്പോ സമാധാനായി രാജാവിന്. ആവൂ, ഈ ശരീരം ഉപേക്ഷിക്കാൻ എന്തെങ്കിലും കാരണം വേണ്ടേ? ചിലപ്പോൾ ആധിയാവും, വ്യാധിയാവും, ചിലപ്പോൾ കൊറോണയാവും, ചിലപ്പോൾ ടിപ്പർ ലോറിയാവും. ഏത് രൂപത്തിലാ വരികയെന്നറിയില്ല. ഈ ശരീരം, അതിന്റെ അർത്ഥം എന്താ? ശീര്യതേ, ചീഞ്ഞളഞ്ഞു പോണതാ. ഇറ്റ് ഈസ് നോട്ട് പെർമനന്റ്. ഇന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം ഈ ശരീരം ഉപേക്ഷിക്കേണ്ടി വരും, ഉറപ്പാണ്. സന്തോഷായി. 7 ദിവസം ഉണ്ടല്ലോ അല്ലേ? ആ സമയത്ത് ആ ഗംഗാതീരത്ത് പ്രായോപവേശം ചെയ്തു. മരിക്കുന്നത് വരെ ഉപവാസം. ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ട് കിഴക്കോട്ട് തലയായിട്ട് ദർഭ വിരിച്ച് വടക്കോട്ട് മുഖമായിട്ട് ഇരുന്നു. അനേക ഋഷിമാര് വന്നു. അവരോട് പറഞ്ഞു, ഗായത വിഷ്ണുഗാഥ, ഗായത വിഷ്ണുഗാഥ, ഗായത വിഷ്ണുഗാഥ, ഭഗവാന്റെ കഥകൾ പാടൂ. അവർക്ക് ആർക്കും ധൈര്യം വന്നില്ല. സർവസംഗപരിത്യാഗിയായിരിക്കുന്ന പരീക്ഷത്തിന്, പ്രായോപവേശം ചെയ്തിരിക്കുന്ന പരീക്ഷത്തിന്, മരണം വരെ ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആ പരീക്ഷത്തിന് ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ
ഞങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് മനസ്സിലായി. തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്ര. ആ സമയത്താണ് വേദവ്യാസപുത്രനായ ശ്രീശുക ബ്രഹ്മർഷി പീലിയും മാലയും ഗോപിയും ചാർത്താതെ കാലിൽ ചിലമ്പുകളിട്ടിടാതെ, മയിൽപീലി ഇല്ലാണ്ട്, വനമാല ഇല്ലാണ്ട്, ഗോപിക്കുറി ഇല്ലാണ്ട്, പൊന്നിച്ചിലമ്പുകളില്ലാണ്ട്, പട്ടുകോണകമില്ലാണ്ട് ഗുരുവായൂരപ്പനെ ധ്യാനിക്കാൻ പറ്റുമോ? അതാണ് ശ്രീശുക ബ്രഹ്മർഷി. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചു. ആ സമയത്ത് പരീക്ഷിത്ത് എന്ന മഹാരാജാവ് നമ്മളാകുന്ന പരീക്ഷിത്തുക്കൾക്ക് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു. പുരുഷസ്യേഹയൽ കാര്യം മ്രിയമാണസ്യ സർവഥ. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ, മരണം ഉറപ്പായ ഒരുത്തൻ എന്താ ചെയ്യണത്? മ്രിയമാണസ്യ എന്ന വാക്ക്, മരിച്ചുകൊണ്ടിരിക്കുന്നവൻ. നമ്മുടെയൊക്കെ ധാരണ എന്താ? നമ്മൾ ജീവിക്കാന്നല്ലേ? അല്ല, ഭാഗവതം എങ്ങനെയാ പറയാ? നമ്മൾ ചോദ്യം ചോദിക്കും, ഇല്ലേ സാറിന്, എന്താ വിശേഷം? ഇങ്ങനെയൊക്കെ ജീവിച്ചു പോണു. ഭാഗവതം അല്ലാട്ടോ, നിങ്ങളെ മരിച്ചുകൊണ്ടിരിക്കുക. ആയുഷഖണ്ഡമാതായ, ഓരോ ദിവസവും സൂര്യൻ അസ്തമിക്കുമ്പോ നമ്മുടെ ആയുസിന്റെ ഒരംശം എടുത്തുകൊണ്ടാ പോണേ. എണ്ണി എണ്ണി കുറയുന്നീതായുസ്സും അല്ലേ? അതുകൊണ്ട് ഓരോ ദിവസം ചെല്ലുന്തോറും കേമത്തല്ല, മഹാകവി ജി ശങ്കരക്കുറുപ്പ് പാടിയതുപോലെ, വയസ്സു കൂട്ടുവാൻ വേണ്ടി വന്നെത്തും ജന്മനാളുകൾ, വിളിക്കേണ്ട വിളിക്കേണ്ട വിണ്ണിലേക്കില്ല ഞാൻ സഖേ, പിറന്നാളുകൾ ഓരോന്നും നാഴികക്കുറ്റിയല്ലയോ. 5000 രൂപ കൊടുത്തിട്ട് ബേക്കറിൽ നിന്ന് കേക്ക് മേടിച്ച് 23 മെഴുകുതിരി കത്തിച്ച് വെച്ച് ഊതിക്കെടുത്തി കൈ കൊട്ടില്ലേ? ആ കൈ കൊട്ടണ്ട. കാരണം നിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന 100-ൽ 23 കഴിഞ്ഞു, ബാക്കി 77 ബാക്കിയുള്ളൂ. സൂക്ഷിച്ചോളൂ. ഷഷ്ടിപൂർത്തി കഴിഞ്ഞവൻ സൂക്ഷിക്കുക, 40 ബാക്കിയുള്ളൂ. ശതാഭിഷേകം കഴിഞ്ഞവന് 16 ബാക്കിയുള്ളൂ. സൂക്ഷിച്ചോളൂ. തുള്ളിച്ചാടൊന്നും വേണ്ട. പക്ഷെ ഒരു കാര്യം ആശ്വസിക്കാം, നമ്മൾ പോകുന്നത് ഭഗവാന്റെ അടുത്തേക്കാണ്. അപ്പൊ സന്തോഷിച്ചോളൂ, ദുഃഖിക്കണ്ട. പിറന്നാൾ ആഘോഷിക്കുമ്പോൾ എന്താ, ഭഗവാനിലേക്കുള്ള ഡിസ്റ്റൻസ് അത്രയും കുറഞ്ഞു. ശതാഭിഷേകം കഴിഞ്ഞവന് ആശ്വസിക്കാം, ഇനി 16 കൂടെ മതി, അത് കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്തെത്താം, ചോറ്റാനിക്കരമ്മയുടെ അടുത്തെത്താമെന്ന്. അപ്പൊ എന്താണ് മരണം ഉറപ്പായ ഒരുത്തൻ? അതായത് നമ്മൾ മരണം ഉറപ്പായതുകൊണ്ടാണ് നമ്മളെ മർത്യൻ എന്ന് വിളിക്കണത്, മനുഷ്യൻ എന്ന് വിളിക്കണത്. ആ മർത്യൻ എന്താ ചെയ്യുന്നത്? വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ ഹ്യൂമൻ ബീയിങ്? ഒരു മനുഷ്യന്റെ ധർമ്മം എന്ത്? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഭാഗവതം. ഇതറിഞ്ഞില്ലെങ്കിൽ നമ്മൾ മനുഷ്യരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭാഗവതത്തിന്റെ മുമ്പിലേക്ക് വന്നിട്ട് കാര്യമില്ല. ഭാഗവതം 7 ദിവസം കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ശരീരം എന്ന് പറയുന്ന ഉപകരണം കൊണ്ട് എങ്ങനെ ലക്ഷ്യം നേടാം. ആ ബുക്ക്ലെറ്റ് ആണ്. ഏത് സാധനവും മേടിക്കുമ്പോൾ നമുക്ക് തരുന്ന ബുക്ക്ലെറ്റ് പോലെ മനുഷ്യ ശരീരമാകുന്ന ഇൻസ്ട്രുമെന്റ് എങ്ങനെ ഉപയോഗിക്കാം, എന്ത് നേടാം, ഇത് കാണിച്ചു തരുന്നതാണ് വേദവ്യാസ വിരചിതമായിരിക്കുന്ന ആ ഭാഗവതം.